സ്കൂളുകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വെള്ളിയാഴ്ച ഖുതുബയടക്കം വർഷാരംഭം പഠനാരംഭത്തെക്കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണും. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ഇൽമ് പകരാൻ, അത് ഭൗതികവും മതപരവും ഒക്കെ എന്ന് നമ്മൾ പറയുന്ന ജ്ഞാനങ്ങൾ സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും അതിൻ്റെ അർഹതയുള്ളവരിൽ നിന്ന് പഠിക്കാനുള്ളൊരു തൗഫീഖ് അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങിക്കേണ്ടതാണ്. നല്ല സ്കൂളിലേക്ക് എത്തുക എന്നത് മാത്രമല്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ട് അവിടെ കിട്ടുക എന്നതും വലിയൊരു പ്രാധാന്യമുള്ള വിഷയമാണ്. കാരണം നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല അത്. കാരണം ക്ലാസ് റൂമിൽ കയറിയിട്ട് നിയന്ത്രിക്കാനൊന്നും രക്ഷിതാക്കൾക്ക് കഴിയില്ല, ടീച്ചേഴ്സിന് പോലും കഴിയില്ല. കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പായി തീരുന്നതൊരു വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ നല്ലൊരു റുഫഖാ ഉൽ ഖൈർ, നന്മയിലേക്ക് അവരെ കൈപിടിക്കുന്ന നല്ല കൂട്ടുകെട്ട് വേണം, നല്ല സൗഹൃദങ്ങൾ വേണം. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു ഉന്നത വിജയവും നല്ല പഠന മികവും അദബും അച്ചടക്കവും ഇൽമും ഈമാനും തഖ്വയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ പഠിക്കാൻ പോകുന്ന മക്കൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയാണ്. പിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇവിടെ മദ്രസയിലെ ഉസ്താദുമാരടക്കം സ്കൂൾ അധ്യാപകന്മാരുണ്ടായിരിക്കും. പഠിപ്പിക്കുക എന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് അധ്യാപകർ, നമ്മുടെ മുഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, അവർ പാരൻസുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടി വേണ്ട സപ്പോർട്ട് വീട്ടിൽ നിന്ന് മക്കളുടെ പഠനത്തിൻ്റെ വിഷയത്തിൽ രക്ഷിതാക്കൾ കാണിക്കണം. നമ്മൾ വിചാരിക്കും സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ തീർന്നല്ലോ, ഞാൻ അത്ര ഫീസ് അടക്കുന്നുണ്ടല്ലോ, ഇത്ര നല്ല സ്കൂളല്ലേ, അവരങ്ങ് നോക്കിക്കോളും. പക്ഷെ അങ്ങനെ സംഭവമില്ല. ശരിക്കും വിദ്യാഭ്യാസം ഒരു ട്രയാങ്കിളാണ്. അതിന് 3 കോർണറുകളുണ്ട്. ഒന്ന് വിദ്യാർത്ഥിയാണ്, അതിൻ്റെ കോർണർ സ്റ്റോൺ, പിന്നെ അധ്യാപകരാണ്, പിന്നെ പാരൻസാണ്. ഇപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടോ കഴിയാതെയോ അതിൻ്റെ ഇടക്കോ മക്കളെ ഇരുത്തി പഠിപ്പിക്കുന്ന ഉമ്മമാർ, അവരുടെ കഠിനാധ്വാനം മക്കളുടെ റിസൾട്ടുകളിൽ കാണാൻ കഴിയും. അതിലേറെ ബ്രില്യൻ്റായ മക്കൾ വേറെ ഉണ്ടായിരിക്കാം, പക്ഷെ ആ മക്കൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല, വീട്ടിലിരുന്ന് പഠിക്കാൻ അവസരം ഉണ്ടാകുന്നില്ല. അതിൻ്റെ പേരിൽ ബാക്കിലേക്ക് പോകുന്ന മക്കളുണ്ടാവും. അതുകൊണ്ട് അധ്യാപകരോടൊപ്പം രക്ഷിതാക്കളും കൂടെ നിന്നെങ്കിലേ മക്കളെ പഠിപ്പിക്കാൻ കഴിയും. ഞാനൊരു അധ്യാപകനാണ്, നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും. വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്ന മക്കളും ഇല്ലാത്ത മക്കളും ആ മക്കളുടെ പെർഫോമൻസിന് മനസ്സിലാവുന്നത്. അപ്പോൾ നിർബന്ധമായും ഇവിടെ പഠിക്കുന്ന മക്കളോടെല്ലാം അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇവിടെയുള്ള രക്ഷിതാക്കൾ, ഇവിടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ ഭാര്യമാരോടൊക്കെ ആ വിഷയം ഉണർത്തുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ വിഷയബന്ധി അല്ലെങ്കിലും ഞാൻ ഇത് തന്നെ ഒന്ന് പറയുകയാണ്. പഠനം ഉത്സാഹത്തോടെ താല്പര്യത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളൊരു വടിയൊക്കെ എടുത്തു വെച്ച് പേടിപ്പിച്ചിട്ട് മക്കളെ പഠിപ്പിച്ചാൽ അവർക്ക് മെമ്മറി ഉണ്ടാവില്ല, അവരുടെ ചിന്താശക്തി വലിയൊരളവോളം സങ്കുചിതമായി പോകും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം അടിച്ച് പേടിപ്പിച്ച് പഠിപ്പിക്കാൻ പറ്റിയേക്കാം, പക്ഷേ മനുഷ്യൻ്റെ ബ്രെയിൻ, ഹ്യൂമൻ ബ്രെയിൻ ഈസ് സോ പ്ലാസ്റ്റിക്. ഒരുപാട് ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയാൽ പിന്നെ ബ്രെയിൻ തീർന്നു എന്ന് വിചാരിക്കരുത്. സ്വഹീഹുൽ ബുഖാരി മനഃപ്പാഠമാക്കാം, സ്വഹീഹുൽ മുസ്ലിം എടുക്കാം, സുനൻ തിർമിദിയും അബൂദാവൂദും ഇബ്നു മാജയും ഒക്കെ ഹിഫ്ള, എന്നാലും ബ്രെയിൻ ബാക്കിയാണ്. എത്രയോ ജീവിതകാലം മുഴുവൻ ഓരോ ദിവസവും ഒരു 100 200 വരികൾ നമ്മൾ മനഃപ്പാഠമാക്കിയാലും മരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ കപ്പാസിറ്റിയുടെ കേവലം 10-15% മാത്രമായിരിക്കും. അത്രയും വലിയൊരു സംഭവം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മളൊക്കെ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. പേടി തോന്നരുത്. കുട്ടികളെ അച്ചടക്കത്തിൽ അവരിയ്ക്കണം, അവരെ ഇരുത്തണം, അത് വേറെ വിഷയമാണ്. പക്ഷെ അതിന് പേടിപ്പിച്ചുകൊണ്ടും ബഹളമുണ്ടാക്കിയും മുഖം കറുപ്പിച്ചുകൊണ്ടും ഒക്കെ മക്കളെ പഠിപ്പിക്കാനിരുന്നാൽ ആ കുട്ടികൾക്ക് സ്കൂളും മടുക്കും,
മദ്രസയും മടുക്കും. എന്താണ് സ്കൂൾ പൊളിഞ്ഞേടാന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. എന്നാൽ മദ്രസക്കൊന്നും ഇല്ലാണ്ടാവുക എന്ന് ചോദിക്കും അല്ലേ? ഖിയാമത്ത് നാളിൻ്റെ കഥ പറഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു എന്നല്ലേ ഉസ്താദ് അന്ന് മദ്രസ ഉണ്ടാവുമെന്ന്. അപ്പോൾ അത്രയും വെറുപ്പ് വരാൻ കാരണം നമ്മൾ അവരുമായി ഇടപഴകുന്ന കാര്യത്തിൽ വരുന്ന വീഴ്ചയാണ്. അതുകൂടെ നമ്മുടെ ഉമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. താല്പര്യത്തോടു കൂടെ തന്നെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മളൊക്കെ അടികിട്ടി പഠിച്ച ആൾക്കാരാ. അത് വിചാരിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ മതി. പക്ഷേ ഇനിയുള്ളൊരു ജനറേഷൻ അങ്ങനെ അടിച്ചാലൊന്നും അവർക്ക് പഠിക്കാൻ കഴിയില്ല. പേടി വന്നാൽ അവർ പഠിക്കൂല. അപ്പോൾ താല്പര്യം, ഇത് ഇൽമാണ്. നഹ്നു ഉമ്മത്തു ഇഖ്റ, ഇഖ്റഇൻ്റെ ഉമ്മത്താണ് നമ്മൾ. വായിക്കണമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിൻ്റെ ആജ്ഞ വന്നത് നമ്മൾ ഓർക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇൽമിലും അദബിലും തഖ്വയിലും ഈമാനിലും മികവ് കാണിക്കുന്നവരായി നമ്മളെ ഈ മക്കളെയൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണർത്തുന്ന ചില കാര്യങ്ങൾ അതാണ് നമ്മൾ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിമാ റഹ്മതിൻ മിനല്ലാഹി ലിൻത ലഹും. നബിയെ, അല്ലാഹു അങ്ങേക്ക് നൽകിയ മഹത്തായ ഒരു കരുണ കൊണ്ടാണ് നബിയെ അങ്ങയുടെ മനസ്സ് ലോലമായത്. കാരുണ്യം, കൈൻഡ്നെസ് ഈസ് കിങ് എന്നാ പറയാ. കാരുണ്യം എന്നത് അത് രാജാവാണ്. നമ്മൾ വിചാരിക്കും അതൊരു വീക്ക്നെസ് ആണ്. കരുണ കാണിക്കുക, ആർദ്രതയുണ്ടായിരിക്കുക എന്ന് വിചാരിച്ച് നമ്മളൊരു പച്ചപ്പാവായിട്ട് ഒന്നിനും കൊള്ളാത്ത ആളായിട്ട് മാറും എന്നൊന്നും വിചാരിക്കേണ്ട. യു ക്യാൻ സ്റ്റിൽ ബി ഫേം ടു സംവൺ. നമുക്ക് കാര്യങ്ങൾ ഗൗരവത്തോടുകൂടെ പറയേണ്ടതുണ്ടാകും, കർക്കശമായി പറയേണ്ട കാര്യങ്ങളുണ്ടാകും. എന്നാലും മനസ്സിൽ കാരുണ്യം കൊണ്ടു നടക്കാൻ കഴിയണം. നമ്മുടെ മുമ്പിലുള്ള ആള് അത് വിദ്യാർത്ഥിയായിരിക്കാം, സാധാരണക്കാരനായിരിക്കാം, നമ്മുടെ ഒരു എംപ്ലോയി ആയിരിക്കാം, നമ്മുടെ ഒരു കസ്റ്റമർ ആയിരിക്കാം, നമ്മുടെ ബന്ധങ്ങളായിരിക്കാം, മക്കളായിരിക്കാം, ഭാര്യയായിരിക്കാം, നമ്മുടെ ഭർത്താവായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, ആരായിരുന്നാലും അവരോട് റഹ്മത്ത് കാണിക്കണമെന്നാണ്. റഹ്മത്ത് എന്നത് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കത്തക്ക വിധം അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയും പരിശ്രമവുമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കണം. നമ്മുടെ ഖൽബിൽ ഒരു മനുഷ്യനോട് കരുണ തോന്നണം, അല്ലേ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ഒരു മനുഷ്യന് ഹിദായത്ത് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് കരുണ കൊണ്ടാണ്. ഒരു പൊട്ടക്കിണറ്റിലേക്ക് കണ്ണു കാണാത്ത ഒരാൾ നടന്നു പോകുമ്പോൾ, ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ ആ മനുഷ്യൻ വഴി കാണാതെ ആ കിണറ്റിലേക്ക് വീണുപോകും. അവ ഓടിച്ചെന്ന് കൈപിടിക്കുകയാണ്, നിങ്ങൾ വീഴല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നതുപോലെയാണ് അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നത്, വഴിതെറ്റി ജീവിക്കുന്ന ആളുകളെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ദാരിമി ഉസ്താദ് അവറുകൾ ഇവിടെ സൂചിപ്പിച്ച അഖീദ സംബന്ധമായ, നമ്മുടെ വിശ്വാസ സംബന്ധമായ വ്യതിയാനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചുമാണ് ഉസ്താദ് പറയുന്നത്. ഇത് അങ്ങനെ വ്യതിയാനത്തിലേക്ക് പോയപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന് ഹിദായത്ത് നഷ്ടപ്പെടുകയാണ്. അവരല്ലാഹുവിൻ്റെ ഗളബ്, ദേഷ്യത്തിന് വിധേയരാവുകയാണ്. അങ്ങനെ ഉണ്ടാവരുത്. അവർ രക്ഷപ്പെടണം, അവർ നന്നാവണം, അവർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് അതൊരു റഹ്മത്താണ്. റഹ്മത്തില്ലെങ്കിൽ എന്താ, എന്തോ ആയിക്കോട്ടെ, അങ്ങനല്ലേ പറയാം. അവരെന്തോ ആയിക്കോട്ടെ, നമുക്കെന്താ. ഒരു വിശ്വാസി അങ്ങനെയല്ല. അദ്ദീനു അൻ നസീഹ. ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. ഞാൻ ഇതല്ല നമ്മുടെ വിഷയം. വശാവിറുഹും ഫിൽ അംർ, അതാണ്. പക്ഷെ അതിലേക്ക് വരാം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നമ്മളെ മൈക്കിൻ്റെ ഓപ്പറേറ്റർ ആരായിരുന്നു? ഒന്ന് കുറച്ചൊന്ന് കൂട്ടി, സൗണ്ട് ഒന്ന് കൂട്ടി. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ
فإذا عزمت فتوكل على الله إن الله يحب المتوكلين. വിശുദ്ധ ഖുർആനിൻ്റെ ആശയം വളരെ മനോഹരമാണ്. فبما رحمة من الله لنت لهم. നബിയെ, അല്ലാഹു അങ്ങേക്ക് നൽകിയ മഹത്തായ ഒരു കരുണ കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് അങ്ങേക്ക് മനസ്സിന് അല്ലാഹു അലിവ് നൽകിയത്. അപ്പൊ തങ്ങളെയൊക്കെ എത്രയോ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ആളുകൾ. അന്ന് ഫേസ്ബുക്കും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അന്നത്തെ നാവ് കൊണ്ട് തന്നെ കിട്ടാവുന്നതിൽ, ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ടോർച്ചർ ഹബീബായ തങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തങ്ങളുടെ പ്രതികരണം അതിന് മൗനമായിരുന്നു. അള്ളാഹു പ്രതികരിച്ചിട്ടുണ്ട്. അള്ളാഹു പ്രതികരിച്ചതാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അത് അബൂലഹബ് തങ്ങളോട് ഒരു മോശവാക്ക് പറഞ്ഞപ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തില്ല, അള്ളാഹു മറുപടി കൊടുത്തു. തബ്ബൻ ലക യാ മുഹമ്മദ്, തബ്ബൻ ലക അലിഹാദാ ജമഅതനാ. നിങ്ങൾക്ക് നാശം, ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോഴേ അതിന് റസൂലുള്ളാഹി തങ്ങൾ മറുപടി കൊടുത്തിട്ടില്ല, അള്ളാഹ് മറുപടി കൊടുത്തു. അബൂജഹലിനാണ് നാശം, അവൻ നശിച്ചിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവൻ്റെ മക്കളും സമ്പത്തൊന്നും നാളെ അവന് ഉപകാരപ്പെടില്ല. എൻ്റെ റസൂലിന് നാശം എന്ന് പറഞ്ഞവനാണ് നാശം. അള്ളാഹു മറുപടി പറയാണ്. തങ്ങൾ മൗനമാണ് പാലിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ സുന്നത്ത് പറയുമ്പോൾ നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. റബീഉൽ അവ്വൽ വരാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടുകളെ സംബന്ധിച്ച് ചർച്ച വേണം. നമ്മളൊക്കെ നിലപാടുകളിൽ പതറിപ്പോകുന്നൊരു സമയമാണിത്. നിലപാട് എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല, എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. പുണ്യനബിയാണ് നമ്മുടെ ചര്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ولو كنت فظا غليظ القلب لانفضوا من حولك ولو كنت فظا غليظ القلب. നബിയെ, അങ്ങാനും പരുഷ സ്വഭാവക്കാരനും ഹൃദയം കഠിനമായവരും ആയിരുന്നുവെങ്കിൽ ലംഫളൂ മിൻ ഹൗലിക്, സ്വഹാബികൾ അങ്ങയുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. അവരാരും അങ്ങയുടെ കൂടെ നിൽക്കില്ലായിരുന്നു. 23 കൊല്ലം തങ്ങൾ ചെയ്ത ദഅവത്തിന്റെ ആദ്യത്തെ മെമ്പർ ഖദീജ റളിയല്ലാഹു അൻഹ, ഹബീബിന്റെ ഭാര്യയാണ് അല്ലേ. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ തങ്ങൾ, അലിയാർ തങ്ങൾ, ഉസ്മാൻ എന്നവര്, ഇവരൊക്കെ ആദ്യകാല മുസ്ലിമീങ്ങളാണ്. 4-5 ആളുകൾ വെച്ച് തുടങ്ങി 23 കൊല്ലായപ്പോൾ ഹബീബിൻ്റെ കൂടെ ഹജ്ജ് ചെയ്തവർ മാത്രം 1,24,000 എത്തി. ഈ ഒരു മാറ്റം, സൗഹൃദം, നമുക്കൊക്കെ ചില കാലത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഡ്രോപ്പ് ഔട്ടായി പോകും, പിന്നെ അധികം ഒന്നും ഉണ്ടാവില്ല. സൗഹൃദ ബന്ധങ്ങൾ കൂടുകയാണ് സത്യത്തിൽ വേണ്ടത്. അതിൻ്റെ ഗ്രാഫിക്സ് കൂടണം. സമയം കൂടുന്നതനുസരിച്ച് ആളുകൾ കൂടുകൊണ്ടിരിക്കല്ലേ. പക്ഷേ പരിചയങ്ങൾ കുറഞ്ഞു വരുന്നത് അവിടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയാണ്, ഹബീബേ, അങ്ങയുടെ അനുയായികൾ അങ്ങയുടെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുക മാത്രമല്ല, അങ്ങേക്ക് വേണ്ടി ജീവൻ തരാൻ പോലും തയ്യാറായി വന്നത് അങ്ങയുടെ ഹൃദയം അത്രമേൽ ലോലമായതുകൊണ്ടാണ് നബിയേ. അത് കഠിനമായിരുന്നുവെങ്കിൽ ഇവരൊക്കെ ഓടിപ്പോയേനെ, ആരും അങ്ങയുടെ കൂടെ നിൽക്കില്ലായിരുന്നു. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. അതുകൊണ്ട് ഹബീബേ, ഫഅഫു അൻഹും, അങ്ങയുടെ അനുയായികൾക്ക് അങ്ങ് മാപ്പ് കൊടുക്കണം, അഫു ചെയ്തു കൊടുക്കണം. ആളുകൾ എണ്ണം കൂടുമ്പോൾ അതിൽ പെരുമാറാൻ അറിയാത്തവർ കാണും, സംസാരിക്കാൻ അറിയാത്തവർ കാണും, വർത്തമാനം പറഞ്ഞാൽ തെറ്റിപ്പോകുന്നവർ കാണും. അതങ്ങനെ മൻ കസുറ കലാമുഹു കസുറ ലഗതുഹു എന്ന് പറയും. ഒരു മനുഷ്യൻ ഒരുപാട് സംസാരിക്കുകയാണെങ്കിലേ അതിലൊരുപാട് പിഴവുകൾ ഉണ്ടാവും. അപ്പോൾ കുറച്ച് പറഞ്ഞ് നിർത്തിയാൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. രാവിലെ മുതൽ ഓണാക്കിയ വൈകുന്നേരം വരെ കഥ പറയുന്ന പെണ്ണുങ്ങളുണ്ടാവും, ആണുങ്ങളുണ്ടാവും ചിലപ്പോൾ.
കഥ തീരൂല. രാവിലെ ഇരുന്നെടുത്താൽ മതി, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വല്ല നിസ്കാരമൊക്കെ ആണെങ്കിൽ കഴിഞ്ഞിട്ട് വിളിക്കട്ടെ, അതിനിടയ്ക്കെങ്ങാനും ബസ് കയറി പോകേണ്ടി വന്നാൽ നാളെ കാണുമ്പോൾ ബാക്കി പറയട്ടോ എന്നാ പറയാ. കഥ തീരൂല. ഈ കുറേ പറയുമ്പോൾ അതിൽ കുറേ നുണകൾ കയറും, കുറേ ഇല്ലാത്തത് കയറി വരും, കുറേ പിഴവുകൾ കയറി വരും, കുറേ നുണകൾ കയറി വരും. അപ്പോൾ അത് വോള്യം കൂടുമ്പോഴുള്ള പ്രശ്നമാണ്. ഇപ്പം ഷുഗർ ഇല്ലോല് കുറച്ച് പഞ്ചാര മതി എന്ന് പറയും. കുറച്ച് പഞ്ചസാര ഒരു ഗ്ലാസ്സിലിട്ട് കുടിച്ചാൽ ഒക്കെ കുഴപ്പമില്ല. ഈ കുറച്ച് പഞ്ചസാര വെച്ചിട്ട് 10 ഗ്ലാസ് കുടിച്ചാൽ എന്താ അവസ്ഥ? അത്രയും പഞ്ചസാര ദേഹത്ത് കയറി പോയില്ലേ? മൻ കസുറ കലാമുഹു കസുറ ലഗതുഹു എന്ന പോലെ ജനങ്ങളും അങ്ങനെയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള കുടുംബ ബന്ധങ്ങളിൽ ആളുകളുടെ എണ്ണങ്ങൾ കൂടുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ കൂടും, സ്വാഭാവികമാണ്. അപ്പോൾ ആങ്ങൾക്കും പെങ്ങൾക്കും ജ്യേഷ്ഠനും അനുജനൊക്കെ ഓരോരോ കുട്ടികളുള്ളൊരു വീട്ടിൽ അവരെല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് പെങ്ങൾ 5 മക്കൾ, ഏട്ടൻ്റെ 8 ആൾ, അനുജൻ്റെ 4 മക്കൾ, ഇവരെല്ലാവരും അവിടെ കൂടിയാൽ അവിടെ നിന്ന് പിന്നെ പ്രശ്നങ്ങളായിരിക്കും. കുടുംബം തെറ്റും. ചിലപ്പോൾ ആ കുട്ടി ഈ കുട്ടിയെ ഉന്തിയിട്ടു, മറ്റേത് ഇങ്ങോട്ടെന്തോ പിന്നെ ചീത്ത വിളിച്ചോലും. മക്കളുടെ എണ്ണം കൂടുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ കൂടും, സ്വാഭാവികമല്ലേ? ഫഅഫു അൻഹും, നബിയെ അങ്ങയുടെ അനുയായികൾക്ക് അങ്ങ് മാപ്പ് കൊടുക്കണം. കാരണം മാപ്പ് കൊടുക്കേണ്ട വിഷയങ്ങൾ അവരിൽ നിന്നുണ്ടാകും, അതുകൊണ്ട് മാപ്പ് കൊടുക്കണം. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ നബിയെ, എൻ്റെ അനുയായികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് നബിയെ അങ്ങ് ദുആ ചെയ്യണം. വശാവിറുഹും ഫിൽ അംർ, കാര്യഗൗരവമുള്ള വിഷയങ്ങൾ അങ്ങേക്ക് തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ സ്വഹാബികളായ അങ്ങയുടെ അനുയായികളെ കൂടി ഉൾപ്പെടുത്തി അവരോട് മുഷാവറ ചെയ്യണം, അവരോട് കൂടി ആലോചിക്കണം. ഫഇദാ അസംത, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം, പിന്നെ പിന്മാറരുത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറഞ്ഞിട്ടാ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടത്, ഇത് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്, ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ടത്. എത്ര ചാൻസ് ഉണ്ട് ദിവസം ചൊല്ലാൻ? രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലണം, കുട്ടികളും മക്കളും കൂടെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലണം, ഓഫീസിൽ തിരിച്ചു വരുമ്പോൾ ചൊല്ലിക്കുക ബിസ്മില്ലാ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, എൻ്റെ എല്ലാ വിഷയങ്ങളും അല്ലാഹുവേ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വീട്ടിന്ന് പുറത്തിറങ്ങി തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നതിനിടയിൽ എത്രയോ തിന്മകളുടെ വഴികൾ എൻ്റെ മുമ്പിലുണ്ടാകും. അല്ലാഹുവേ നിന്റെ വിളിയാളം കേൾക്കേണ്ടി വരും. ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, നന്മയ്ക്ക് വേണ്ടി ഞാൻ നിന്റെ അരികത്തേക്ക് വരുന്നതും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും അല്ലാഹുവേ നീ നൽകുന്ന കഴിവ് കൊണ്ട്, തൗഫീഖ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവേ നീ എന്നെ കാക്കണം. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അത് വലിയ പ്രൊട്ടക്ഷനാണ്. അങ്ങനെ ചൊല്ലിയാൽ മലക്കുകൾ പറയത്രേ നീ പോയിക്കോ, നിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, നിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, നിനക്ക് സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കഴിച്ചിലായി പോകും. വിചാരിച്ച കാര്യം നടക്കാതെ പോകുന്ന എത്ര അനുഭവങ്ങളുണ്ടാവില്ലേ? ഇന്നലെ പോയി നടന്നില്ല, മിനിഞ്ഞാന്ന് പോയി അന്നും നടന്നില്ല, പിന്നെ ഒരു ക്യൂവിൽ നിന്ന് എൻ്റെ റോൾ എത്തിയപ്പോഴാണ് ഓഫീസർ എണീറ്റ് പോയി. ഇങ്ങനെയൊക്കെ പറയില്ല നമ്മൾ. ചുരുക്കി പറഞ്ഞ കാര്യം നടന്നിട്ടില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ഇറങ്ങിയിരുന്നുവെങ്കിൽ അള്ളാഹു അതിൻ്റെ വഴികൾ നമ്മുടെ മുമ്പിലേക്ക് എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹുവിൻ്റെ ഹബീബിനോട് അള്ളാഹു നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമാണ് വശാവിറുഹും ഫിൽ അംർ. കൺസൾട്ടേഷൻ എന്നാണ് ഇതിന് പറയുക. നമ്മൾ കൺസൾട്ടൻസി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇപ്പോൾ ഫേമുകളാണ്, കമ്പനികളാണ്. ശരിക്കും കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂടി ആലോചിക്കുക എന്നാണ്. എനിക്ക് ഇന്നൊരു കാര്യം, ഞാനൊരു ബിസിനസ് തുടങ്ങുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്?
അപ്പോൾ അവരെൻ്റെ ഫീസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയാക്കി തരും. മുസ്ലിമീങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിടത്ത് നിങ്ങൾക്കൊരു ക്രൂഷ്യൽ ഒരു ഇഷ്യൂ വന്നാൽ, വലിയ പ്രധാനപ്പെട്ടൊരു വിഷയം, നിസ്സാര കാര്യങ്ങൾക്കൊന്നും ഒരാളെ വിളിച്ച് സമയം കളയാൻ പറ്റില്ല. ആ അഭിപ്രായം എന്താ ചോദിക്കാം, ഞാൻ ഇപ്പോൾ ചപ്പാത്തി കഴിക്കേണ്ടത് ദോശ കഴിക്കണം, എന്താ വെച്ചാൽ കഴിച്ചോളൂ, അതൊക്കെ മഷൂറ ചെയ്യാൻ പറ്റുമോ? ക്രൂഷ്യൽ വിഷയങ്ങൾ, മോൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, ഇന്നതൊക്കെയാണ് ഇതിൻ്റെ വിഷയം, എന്താ വേണ്ടത്, ഞാൻ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്, എന്താണ് അതിൻ്റെ മസാല, ഞാൻ ഇന്നാലിൻ്റെ ഒരു പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ ഞാനും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, പിരിയണോ വേണ്ടയോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എൻ്റെ പ്രശ്നങ്ങളൊന്ന് കേട്ടിട്ടൊരു അഭിപ്രായം പറഞ്ഞു തരൂ. ഇങ്ങനെ സത്യവിശ്വാസികളും സന്മനസ്സുള്ളവരുമായ ആളുകളോട്, ദയാവായ്പും റഹ്മത്തുമുള്ള മനുഷ്യരോട് നിങ്ങൾ കൂടിയാലോചന ചെയ്യണം. ഒറ്റക്ക് ചാടിപ്പുറപ്പെട്ട് കാര്യം ചെയ്യരുത്. പെട്ടെന്ന് ചെയ്യല് ഖൈറിന്റെ വിഷയത്തിലല്ലാതെ ചെയ്യരുത്. സ്വതക്ക ചെയ്യണം, അത് വേഗം ചെയ്തേക്കണം. അത് ആലോചിച്ചെന്നാൽ പിന്നെ പിശുക്കായി വരും. നിസ്കാരത്തിന് വേഗം ചെയ്തേക്കണം. അല്ലാതെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സമയം വേണം. ഐ നീഡ് ടൈം, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇങ്ങനെ ഒരു ആൻസർ നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഒരു കാര്യവും ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങ് ചാടി പുറപ്പെട്ട് ചെയ്യരുത്. ഇത് ശറഇന്റെ ഒരു നിർദ്ദേശമാണ്. നമ്മൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ലേ, നോമ്പെടുക്കണം എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ പുണ്യനിബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ് കൺസൾട്ടേഷൻ ചെയ്യണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ സ്വഹാബികളോട് മശ്വറ ചെയ്തു. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ സ്വഹാബികളോട് മശ്വറ ചെയ്തു. ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ സ്വഹാബികളോട് അഭിപ്രായം ചോദിക്കുക. തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വഹി പ്രതീക്ഷിച്ചാൽ പോരെ, അള്ളാഹു പറയുന്ന പോലെ ചെയ്താൽ പോരെ. സ്വഹാബികളെ വിളിച്ചിട്ടുണ്ട് നിബിതങ്ങൾ. സ്വഹാബികളെ മദീന മുഴുവൻ ആക്രമിക്കപ്പെടുമാറൊരു സംഘവുമായി ഖുറൈശികൾ വരുന്നുണ്ട്. അഹ്സാബ് യുദ്ധം, അതിനാണ് ഖന്തഖ് യുദ്ധം എന്നും പറയുന്നത്. 4 മതവിഭാഗങ്ങളുടെ സഖ്യമായിരുന്നു അത്. ഖയാലിഷൻ ഗ്രൂപ്പാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ, പൈഗൻസ്, മദീനയിലെ മുനാഫിക്കീങ്ങൾ, ജൂതന്മാരും അവിടുത്തെ നസാറാക്കളും. ഇവർ 4 പേരും കൂടി മദീനയെ ആക്രമിക്കാൻ വന്നതാണ്. സ്വഹാബികളോട് അഭിപ്രായം ചോദിച്ചു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അല്ലേ, മദീനയുടെ ഒരു ഭാഗമാണ് മലകളില്ലാതെ കിടക്കുന്നത്. ആ പ്ലെയിൻ പ്രദേശം, പരന്നു കിടക്കുന്ന പ്രദേശം, ഞങ്ങൾ ഇറാനികളായ ആളുകൾ, പേർഷ്യക്കാർ അവിടെ കിടങ്ങ് കുഴിക്കാറുണ്ട് നബിയെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ യുദ്ധം ഉണ്ടാകുമ്പോൾ കിടങ്ങ് കുഴിക്കാറുണ്ട്, നമുക്ക് അതങ്ങ് ചെയ്താൽ എന്താ? ഒരു വിചിത്രമായ, വളരെ മനോഹരമായ, എന്നാൽ ഒരു വലിയൊരു ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. കാരണം മദീനയുടെ കല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉറപ്പുള്ള മണ്ണാണ്. അവിടെയൊക്കെ ആഴമുള്ള കുഴി കുഴിക്കുക, അതും ഒരു 3-4 കിലോമീറ്ററോളം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രയാസമാണ്. എന്നാലും ഹബീബായ നബി തങ്ങൾ അതിനെ സമ്മതിച്ചു. അത് സൽമാൻ ഫാരിസി എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അഭിപ്രായമായിരുന്നു. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ, ഉഹദ് കണ്ടിട്ടില്ല? ഉഹദ് കണ്ടവരും കൈപ്പൊക്കിയാട്ടെ. ഇനിയും കാണാത്തവരുണ്ടോ? അല്ലെങ്കിൽ വേഗം സുന്നി സെന്ററിന്റെ ഗ്രൂപ്പ് പോകുന്നുണ്ട്, അല്ല ഉംറക്കുമ്പോൾ ഉസ്താദ്മാരെ കാണിച്ചു തരും. ഉഹദ് മദീന പള്ളി നോക്കിയാൽ കാണും. അപ്പൊ നമ്മൾ ഇപ്പൊ ഉഹദ് മദീനയുടെ ഒരു ഭാഗമാണ്. അന്ന് മദീനയുടെ പുറത്താണ് ഉഹദ്. ഉഹദ് വേറൊരു നാടാണ്, അങ്ങ് ദൂരം കുറച്ചേ ഉള്ളൂ. പക്ഷെ മദീനയുടെ പുറത്തായിരുന്നു ഉഹദ്. അപ്പൊ സ്വഹാബികളോട് ചർച്ച വന്നു. പുണ്യ നബി തങ്ങൾ വിചാരിച്ചു ഉഹദില് ശത്രു സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മദീനയിൽ ഇരുന്നുകൊണ്ട്, മദീനയിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കാം. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമുക്ക് മദീനയുടെ പുറത്തു പോയി, അതായത് ഉഹദിൽ ചെന്നിട്ട് യുദ്ധം ചെയ്യാം. അങ്ങനെയാണ്
പുണ്യനബി തങ്ങളുടെ മദീന പള്ളി നിൽക്കുന്ന പരിസരത്ത് നിന്നും മാറി ഉഹദിലേക്ക്, അത് പോകുമ്പോൾ മദീനക്ക് പുറത്തുപോയി എന്നാണ് അന്നത്തെ ചരിത്രം. ഇന്ന് മദീനയുടെ ഉള്ളിലാണത്. അത് സ്വഹാബത്തിന്റെ അഭിപ്രായമാണ്. അത് നബി തങ്ങൾ സ്വീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ മുർത്തദ്ദീങ്ങളായി പോയ ആളുകൾ, റസൂലുള്ളാഹി തങ്ങളെ വഫാത്തായില്ലേ, എന്നാ പിന്നെ നമുക്ക് ഇസ്ലാം വേണ്ട, ഇനി നിങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞ് ദീനിനെ പുച്ഛിച്ചു തള്ളിയവർ, അവർക്കെതിരെ നടന്ന ഒരു സൈനിക നടപടി, അതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ടാണ് മുർത്തദ്ദീങ്ങളുടെ ആ ഒരു യുദ്ധം നടക്കുന്നത്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയ ചരിത്രം, ഷാമിലേക്ക് എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലേക്കാണ് പോകുന്നത്. ഫലസ്തീനിലേക്ക് പോകുമ്പോൾ അള്ളാഹു ആ നാടിനെ സംരക്ഷണത്തിലും അള്ളാഹിന്റെ ഹിഫ്ദിലുമാക്കി കൊടുക്കട്ടെ. അവിടേക്ക് പോകുമ്പോൾ അജ്നാദിന്റെ നേതാക്കന്മാർ, അജ്നാദ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഷാമിനെ 4 പ്രവിശ്യകളാക്കി ഉമർ തങ്ങൾ മാറ്റിയിരുന്നു. അതിലൊരു പ്രവിശ്യയാണ് ഫലസ്തീൻ, അതിലൊന്നാണ് ഉർദുൻ, അതിലൊന്നാണ് ദിമഷ്ക്. ഇങ്ങനെ 3-4 പ്രവിശ്യകൾ, അതിനൊക്കെ നേതാക്കന്മാരുണ്ട്. മഹാനായ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അന്നത്തെ പ്രവിശ്യയുടെ നേതാക്കന്മാരാണ്. സ്റ്റേറ്റ്സ്മെൻ, അവിടുത്തെ ഒരു സ്റ്റേറ്റുകളുടെ നേതാക്കന്മാരാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഉമർ എന്നവരെ നിങ്ങൾ ഫലസ്തീനിലേക്ക് കടക്കരുത്, ഇപ്പൊ ഷാമിലേക്ക് കടക്കരുത്. ഷാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സിറിയ, ലബനാൻ, ജോർഡാൻ, ഫലസ്തീൻ, ഇത് 4ഉം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തിനാണ് അന്ന് ഷാം എന്ന് പറയാം. ഇന്ന് ഷാം ഒരു സിറ്റിയാണ്. അന്ന് ഷാം എന്ന് പറയുന്നത് വലിയ ഒരു റീജിയനാണ്, ഒരു പ്രദേശമാണ്. അപ്പൊ അവര് പറഞ്ഞു, ഉമർ എന്നവരെ ഇവിടെ പ്ലാഗ് രോഗമുണ്ട്, വബാ പിടിപെട്ടിട്ടുണ്ട്, ത്വാഊനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വരരുത്, തിരിച്ചു പോകണം. വരുന്നത് മസ്ജിദുൽ അഖ്സയുടെ താക്കോല് സ്വീകരിക്കാനാണ്. അവിടുത്തെ പാത്രിയാർക്കീസുമാർ മസ്ജിദുൽ അഖ്സയെ മുസ്ലിമീങ്ങളുടെ ഖലീഫയെ ഞങ്ങൾ ഏൽപ്പിക്കാം, പക്ഷേ ഖലീഫ നേരിട്ട് വന്ന് താക്കോല് വാങ്ങണം എന്ന് ഡിമാൻഡ് ചെയ്തപ്പോൾ അതിനു വേണ്ടി പോയതാണ് സിദ്ദീഖ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ യാത്രയിലാണ് അവിടെ പ്ലാഗ് വന്ന സംഭവം. കൊറോണ വന്നപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആളുകൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്നു. പ്ലാഗ് ഉണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ യാത്ര സ്റ്റോപ്പ് ചെയ്തു. എന്താ ചെയ്യുന്നത്? മുഹാജിറുകളെ വിളിച്ചു. മുഹാജിറുകളായ സ്വഹാബിമാർ, അവരിലധിക പേരും 2 ഖിബലയിലേക്ക് നിസ്കരിച്ചവരാണ്. മസ്ജിദുൽ അഖ്സയിലേക്കും 16-17 മാസം, അത് കഴിഞ്ഞ് പരിശുദ്ധ കഅബയിലേക്ക്. ഉമർ എന്നവരെ വിളിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറച്ചാൾക്കാർ പറഞ്ഞു, ഉമർ എന്നവരെ നിങ്ങൾ ഏതായാലും ഒരു കാര്യത്തിന് ഇറങ്ങിയതല്ലേ, പൊയ്ക്കോളൂ. വേറെ ചിലർ പറഞ്ഞു, അവിടെ രോഗം പടർന്നു കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ പോയിട്ട് എന്തിനാ അതിലേക്ക് പോകുന്നത്, കുറച്ചുകൊണ്ട് പോയാൽ പോരെ. ഉമർ നിങ്ങൾ പറഞ്ഞു, ഖൂമു അന്നി, എണീറ്റ് പോയി നിങ്ങൾ മാറി പൊയ്ക്കോളൂ. നാദൂലി അൽ അൻസ്വാർ, അൻസ്വാരികളെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഈ വിളിക്കുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. നബി തങ്ങളുടെ എളാപ്പാന്റെ മോന് ഇബ്നു അബ്ബാസ് തങ്ങൾ വിളിച്ചു, അൻസ്വാരികളെ വരിൻ, ഉമർ എന്നവർ നിങ്ങളോട് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്, മശ്വറ ചോദിക്കുകയാണ്. അവരും ഇതേപോലെ പറഞ്ഞു. കുറച്ചാൾക്കാർ പറഞ്ഞു പോയിക്കോളൂ, കുറച്ചാൾക്കാർ പോകണ്ടെന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ എണീക്കാൻ പറഞ്ഞു. ഞാൻ കേട്ടു നിങ്ങളുടെ അഭിപ്രായം, ഓക്കെ. ഇനി വിളിക്കുന്നത് ആമുൽ ഫത്ഹ്, മക്കാ വിജയം നടക്കുന്ന സമയം മദീനയിലേക്ക് ഹിജ്റ വന്ന ഖുറൈശികളിലെ ചില പ്രമാണിമാരുണ്ട്, അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഉമർ എന്നവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഉമർ എന്നവരെ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോകരുത്, കാരണം അവിടുത്തെ ആളുകൾ രോഗത്തിലാണ്. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ആ രോഗം നിങ്ങൾക്കും പിടിപെടും. പിന്നെ നിങ്ങൾ ആ രോഗത്തോടുകൂടെ മദീനത്തേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ആളാണ്, നിങ്ങൾ ഖലീഫയാണ്, നിങ്ങളുടെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ ഇടപഴകും, അവരിലൂടെ രോഗം പടരും. അങ്ങനെ മദീനയിലുള്ള സ്വഹാബിമാരുടെ ജീവന് അത് അപകടമാണ്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോരണം. ഇത് പറഞ്ഞപ്പോൾ
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, സ്വഹാബത്തു റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളെ, ഈ വിഷയത്തിൽ ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅ്തും ബിഹി, അങ്ങനെ ഒരു പടർന്നു പിടിക്കുന്ന ഒരു പാൻഡമിക് എവിടെയെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുകയോ അവിടെയാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അവിടെ നിന്ന് പുറത്തു പോവുകയോ ചെയ്യരുത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോരുകയാണ്, മദീനത്തേക്ക് തിരിച്ചു പോവുക. മഹാനായ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ഉമറു, ഉമറേ, അഫിറാറൻ മിൻ ഖദരില്ലാഹ്, അള്ളാഹുവിന്റെ ഖളാ സംഭവിക്കുമെന്ന് ഉറപ്പല്ലേ? അള്ളാഹ് വിചാരിച്ചാലേ നടക്കുള്ളൂ, അള്ളാഹിന്റെ തീരുമാനമുണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. അങ്ങനെ അള്ളാഹുവിന്റെ ഖളായിൽ വിശ്വാസമുള്ള നിങ്ങൾ അള്ളാഹുവിന്റെ ഖളായിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണോ? അഫിറാറൻ മിൻ ഖദരില്ലാഹ് എന്ന് പറഞ്ഞപ്പോ ആരാണ് പറഞ്ഞത്? നോക്കുമ്പോ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ്, മഹാനായ സ്വഹാബിയാണ്. പറഞ്ഞു, യാ അബാ ഉബൈദ അവഗൈറക്, അബൂ ഉബൈദ, നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഇങ്ങനെ പറയുകയാണോ? ഇത് വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമായിരുന്നില്ല. നിങ്ങളെപ്പോലെ ഇൽമുള്ള, അദബുള്ള, തഖ്വയുള്ള, വിവരമുള്ള മനുഷ്യൻ ഇങ്ങനെ എന്നോട് പറയാണോ? എന്നിട്ട് ഉമർ എന്നവർ മറുപടി കൊടുത്തു, നഅം നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാഹ്, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടുകയാണ്, ഓടുന്നതും അള്ളാഹുവിന്റെ ഖദറിലേക്ക് തന്നെ. എന്നിട്ട് ചോദിച്ചു, യാ അബാ ഉബൈദ, അബൂ ഉബൈദ, നിങ്ങൾക്ക് ഒരു ഒട്ടകക്കൂട്ടമുണ്ടെന്ന് വിചാരിക്കുക. ആ ഒട്ടകങ്ങൾക്ക് മേഞ്ഞു നടക്കാൻ പുല്ലുകൾ വളരെ കുറഞ്ഞ, അർളുൻ ജദ്ബ്, വളരെ പുല്ലുകളില്ലാത്ത ഊഷരമായ ഒരു പറമ്പ് നിങ്ങൾ കാണുന്ന ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് അർളുൻ ഖിസ്ബ, വളരെ നല്ല പുല്ലുകളുള്ള ഒരു ഭൂമി ഇപ്പുറത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒട്ടകത്തിന് തിന്നാൻ കൊടുക്കുന്നത് നല്ല പുല്ലുള്ള മേഖലയിലല്ലേ? അത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ, നിങ്ങൾ ഇപ്പുറത്താണ് ഒട്ടകത്തിന് തീറ്റ കൊടുക്കുന്നതെങ്കിൽ, ആ രണ്ടും അള്ളാന്റെ ഖദറല്ലയോ? അള്ളാന്റെ ഖദർ തന്നെയല്ലേ അത്? അള്ളാഹുവിന്റെ ഖളായിൽപ്പെട്ടത് തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ബാബുകൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. കാരണങ്ങൾ ഉണ്ടാവണം, അസ്ബാബുകൾ ഉണ്ടാകണം, റീസൺസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോഴേ അള്ളാഹുവിന്റെ സഹായം വരുള്ളൂ. അങ്ങനെയാണ് ബദർ യുദ്ധത്തിലേക്ക് നബി തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ബദറിൽ ഇടപെട്ടിട്ടുണ്ട്, ഉഹദിൽ തങ്ങളുടെ പല്ല് പോയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് അള്ളാഹു ഇസ്റാഉം മിഅ്റാജും ചെയ്ത പോലെ ഒരു മണ്ണിലും തൊടാതെ ഹബീബിനെ ആകാശത്തുകൂടെ കൊണ്ടുപോകാൻ അള്ളാഹുവിന് കഴിയൂലേ? കഴിയും. പക്ഷെ അള്ളാഹു മാജിക് അല്ല ചെയ്യുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ, റബ്ബിന്റെ നടപടികൾ അത്ഭുതമാണ്. തങ്ങൾ യുദ്ധത്തിനിറങ്ങണം, അതിനുവേണ്ട സന്നാഹങ്ങൾ ചെയ്യണം. സഹായം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരും. ഹിജറ പോകും അങ്ങനെയാണ്. അതുകൊണ്ടാണ് തൗർ ഗുഹ മക്കയുടെ തെക്കുഭാഗമാണ്. മദീനയിലേക്ക് പോയ നബി തങ്ങൾ പോയത് മദീന മക്കയുടെ വടക്കാണ്. വടക്കോട്ട് പോകാതെ തെക്കോട്ടാണ് നബി തങ്ങൾ പോയത്. എന്തുകൊണ്ട്? ശത്രുക്കൾ നബിയെ തേടി വരികയാണെങ്കിൽ നോർത്തിലേക്ക് അവർ യാത്ര ചെയ്യും, പെട്ടെന്ന് നബിയെ പിടിക്കും. അതുകൊണ്ട് നബി തങ്ങൾ അവരെ കണ്ണുവെട്ടിക്കാൻ വേണ്ടിയാണ് സൗത്തിലേക്ക് യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് തൗർ ഗുഹ കിടക്കുന്നത് മക്കയുടെ സൗത്താണ്, മക്കയുടെ തെക്ക് ഭാഗമാണ്. മദീന വരുന്നത് മക്കയുടെ വടക്കിലാണ്. വടക്കോട്ട് പോകേണ്ട നബി തങ്ങൾ വടക്കോട്ട് പോകാതെ നേരെ തെക്കോട്ടാണ് യാത്ര ചെയ്തത്. എന്തിന്? അഖ്ദം ബിൽ അസ്ബാബ്. നല്ല ജോലി വേണമെന്ന് ഇങ്ങനെ തോരക്കുന്നുണ്ട്. SSLC ഇല്ല, +2 ഇല്ല, ഡിഗ്രി ഇല്ല, ഒന്നുമില്ല. വല്ല കാര്യമുണ്ടോ? പഠിക്കണം, സർട്ടിഫിക്കറ്റ് വേണം, ക്വാളിഫിക്കേഷൻ വേണം, എന്നിട്ട് അള്ളാഹിനോട് തോരക്കണം. തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് കയറുമ്പോൾ അള്ളാഹുവേ എന്നെ കാസർഗോഡ് എത്തിക്കണേ എന്ന് വരുന്നുണ്ടല്ലോ, കാര്യമുണ്ടോ? അസ്ബാബ് വേണം, അസ്ബാബുകൾ വേണം. അത് സുന്നത്താണ്, അള്ളാഹുവിന്റെ ഖദർ അങ്ങനെയാണ്. അതുകൊണ്ട് നബിതങ്ങളുടെ ഈ ഹദീസ് കേട്ട ഉമർ തങ്ങൾ അബൂ ഉബൈദ തങ്ങളോട് പറഞ്ഞ മറുപടിയാണത്, നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാഹ്. നമ്മൾ ഓടുന്നത് അള്ളാഹുവിന്റെ ഖദറിൽ നിന്നാണ് ഓടുന്നത്, ഓടിച്ചെല്ലുന്നതും അള്ളാഹിന്റെ ഖദറിലേക്ക് തന്നെയാണ്.
അതുകൊണ്ട് രോഗത്തിൽ നിന്ന് സുരക്ഷ വേണമെന്ന്, പ്രതിരോധം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രോഗമുള്ള ഒരു നാട്ടിലേക്ക് പോകാതെ തിരിച്ചു പോകുന്നതും അതും അള്ളാഹുവിൻ്റെ ഖദർ തന്നെയാണ്. അബൂ ഉബൈദ, നിങ്ങളൊന്നും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഇവിടുത്തെ വിഷയം മഹാന്മാർ പറയാറുണ്ട്, വഖാനൽ ലഇമ്മ യസ്തശീറൂനൽ ഉമന. സത്യസന്ധരായ ആളുകളോട് മഹാന്മാരായ ഇമാമുമാർ, ഭരണാധികാരികൾ മശ്വറ ചെയ്യുമായിരുന്നു. ഇത് നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളോട്, മുതിർന്ന ജ്യേഷ്ഠനോട്, ഭാര്യയോട്, മക്കളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, വേറെ വിദ്യാഭ്യാസവുമുള്ള ആളുകളോട് ഒക്കെ മശ്വറ ചെയ്യണമെന്നാണ്. അത് ദീനിൻ്റെ ഒരു സുന്നത്താണ്. ഇതിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ എത്രയോ സങ്കടങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വരും. ഇതൊരു വലിയ ചര്യയാണ്. പുണ്യനബി തങ്ങൾ ചെയ്യാം, അള്ളാഹുവിൻ്റെ ഹബീബിനോട് അള്ളാഹുവിൻ്റെ ആജ്ഞയാണ്, വശാവിറുഹും ഫിൽ അംർ. നബിയെ, അങ്ങയുടെ വിഷയങ്ങളിൽ സ്വഹാബികളായ അനുയായികളോട്, അങ്ങയുടെ കൂടെയുള്ളവരോട് മശ്വറ ചെയ്യണേ നബിയെ, മുഷാവറ ചെയ്യണേ നബിയെ. സീരിയസ് മാറ്റേഴ്സ് അങ്ങനെയാണ്. യുദ്ധങ്ങള് വഅംറുഹും ശൂറാ ബൈനഹും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ. സൂറത്ത് ശൂറ. സൂറന്റെ പേര് തന്നെ മശ്വറ ചെയ്യണം എന്നാണ്, കൂടിയാലോചന ചെയ്യണം. കൂടിയാലോചന വേണം എന്ന് പറയുന്ന സൂറയുടെ കൂടിയാലോചനയുടെ ചർച്ച വരുന്ന ആയത്ത് ഈ ആയത്താണ്. 36 മുതൽ 38 വരെയുള്ള ആയത്തുകൾ. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ ലില്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വമാ ഇൻദല്ലാഹി ഖൈർ. അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന പരലോകം, സ്വർഗലോകം, മരണത്തിന് ശേഷമുള്ള ലോകം, ഖൈറുൻ വഅബ്ഖാ, അതാണ് നിങ്ങൾക്ക് ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതും. ദുനിയാവിലെ ഖൈർ കിട്ടും, പൈസ ഉണ്ട്, ശരിയാ, നിലനിൽക്കുമോ? എപ്പോഴാണ് പോവാന്നറിയോ? വളരെ ടെമ്പററിയാണ്. പൈസ ഒക്കെ കയ്യിൽ കിട്ടിയതിന് ശേഷം വല്ല ക്യാൻസറാന്ന് കേൾക്കുക, പിന്നെ എന്താ കാര്യം? അത് അനുഭവിക്കാനോ ഉപയോഗിക്കാനോ പോലും സമയം കിട്ടൂല. മനുഷ്യ ഇവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്യും അല്ലേ. ഖൈറുൻ വഅബ്ഖാ, ഈ രണ്ട് ക്വാളിഫിക്കേഷൻ, നല്ലതും നിലനിൽക്കുന്നതും എന്ന് പറയുന്നത് ആഖിറ മാത്രമേ ഉള്ളൂ. ദുനിയാവ് ഇങ്ങനെ ഒരു വളവളപ്പി കാണുന്നതന്നെ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ലോകമാണ്. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ ലില്ലദീന ആമനൂ. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക്, അല്ലാഹുവിനെ പേടിയുള്ളവർക്ക് പരലോകമാണ്. അല്ലാത്തവർക്കും എന്ത്? ചാത്തൻ എന്ത് മാസ്റ്ററ എന്ന് പറഞ്ഞ മാതിരി പടച്ചോനും പരലോകവും ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ലോകം? ഖൈറുൽ ലില്ലദീ വഅബ്ഖാ ലില്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് എന്നെന്നും നിലനിൽക്കുന്നതും അത്യുത്തമവുമായത് അല്ലാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ്. അല്ലാഹു നൽകാൻ പോകുന്ന പ്രതിഫലങ്ങളാണ്. അതേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തതൊക്കെ തീരും. വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്. ആർക്കാണ് അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കണമെന്നറിയോ? വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്ം. വൻപാപങ്ങൾ ചെയ്യാതിരിക്കുന്നവർ. വൻപാപങ്ങൾ, അതിൽ പലിശ വരും, മാതാപിതാക്കളെ വെറുപ്പിക്കൽ വരും, കള്ളസാക്ഷ്യം പറയൽ വരും, ഷിർക്ക് വരും. ഷിർക്ക് വരും എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ മഹാന്മാരൊക്കെ പുകഴ്ത്തി പറയുമ്പോഴേ ഏതൊരു ചങ്ങായി മടവൂർ ഷേഖ് തങ്ങളെക്കുറിച്ച് പഠിച്ചവനാണോ, ഞാൻ പഠിച്ചവനാണ് എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് എങ്ങനെ ഇനി ഡബ്ബിങ് ഉണ്ടാക്കിയതാണോ, ആരെങ്കിലും കളിയാക്കാൻ വേണ്ടി പാട്ടങ്ങനെ ഉണ്ടാക്കിയതാണോ, അത് ഒറിജിനൽ ഇയാൾ പാടുകയാണോ എനിക്കറിയില്ല. അങ്ങനെ ഒരു മുസ്ലിം പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പുറത്തു പോകും. ഗേറ്റ് തുറന്നു കൊടുക്കേണ്ട ആവശ്യം പോലില്ല. ഗേറ്റ് തന്നെ മലക്കെ തുറന്നിട്ടുണ്ടാവും. ഇസ്ലാമെന്ന് പുറത്തു പോകും. ഒരു മനുഷ്യനെ കുറിച്ച് പടച്ചവനാണെന്ന് പറഞ്ഞാൽ, പടച്ചോൻ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? എന്നെ പടച്ചത്. അതാരെപ്പറ്റി? റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറയാൻ പറ്റുമോ? അത് പിന്നല്ലേ മടവൃക്ഷ തങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് മഹാന്മാരുടെ മഹത്വം ഇടിച്ച് താഴ്ത്താനോ അല്ലെങ്കിൽ അവരെയൊക്കെ ബാക്കിയുള്ളവരെ കളിയാക്കി പറയാനോ
ഒക്കെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള വരികൾ സഹായിക്കുള്ളൂ. ഇത് മദ്ഹല്ല പറഞ്ഞത്. ഇത് അവനവൻ്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന ഗുരുതരമായ തെറ്റാണ്. ഇസ്ലാം എന്ന് ശിർക്കാണ് പറയുന്നത്. ഒരു മഹാനെ സംബന്ധിച്ച് എൻ്റെ പടച്ചവനാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണോ പറയേണ്ടത്? അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിൻ്റെ വിഷയങ്ങൾ മനുഷ്യരുടെ മേൽ ചർച്ച കൊടുക്കാൻ പാടുണ്ടോ? തെറ്റല്ലേ അത്? ഇസ്ലാം തൗഹീദിൻ്റെ ഒരു ചെറിയ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ അത്? വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകും. ആ പറഞ്ഞ ആൾ കലിമത്ത് ഷഹാദ ചൊല്ലി തിരിച്ചു വരണം, എന്നാലേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മ, വൻപാപങ്ങൾ ചെയ്യാതിരിക്കുന്നവർ. വൻപാപങ്ങളിൽപ്പെട്ട ആദ്യത്തെ വൻപാപം അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ശിർക്ക് ചെയ്യലാണത്. വൽ ഫവാഹിഷ്, മോശപ്പെട്ട തിന്മകൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ. വഇദാ മാ ഗളിബൂഹും യഗ്ഫിറൂൻ, ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർ സദയം മാപ്പ് കൊടുക്കുന്നവരാണ്. ഇത് സത്യവിശ്വാസിയുടെ ഒരു അടയാളമാണ്. വഇദാ മാ ഗളിബൂഹും യഗ്ഫിറൂൻ, ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർ മാപ്പ് ചെയ്യുന്നവരാണ്. എന്നിട്ട് പറയുന്നു വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, അള്ളാഹു ഏതെല്ലാം വഴികളിലേക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടോ ആ വഴികളിലേക്ക് റബ്ബിന് ഉത്തരം കൊടുത്തവർ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തിക്കൊണ്ടു പോരുന്നവരുമായ ആളുകൾ. 5 വക്ത നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുക എന്ന് മാത്രമാവരുത്. അത് അതിൻ്റെ അഫ്ളലായ സമയത്ത് നിർവഹിക്കുക, ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി നിർവഹിക്കുക. ഇങ്ങനെ ഒരു അടിസ്ഥാനപരമായ ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വഅഖാമുസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തുന്നവർ. വഅംറുഹും ശൂറാ ബൈനഹും, അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടുന്ന വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ വിഷയങ്ങൾ അവർ കൂടി ആലോചിക്കുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടമുള്ള വഴികളിലേക്ക് അവർ ചെലവഴിക്കുന്നവരുമാണ്. അങ്ങനത്തെവർക്കാണ് വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ, അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് ഖൈറാണ്, എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. ആർക്ക്? ഇല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, സത്യവിശ്വാസികളുടെ വലിയൊരു ക്വാളിറ്റി. സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, കൺഫ്യൂഷൻ വരുമ്പോൾ, കാര്യങ്ങൾ വ്യക്തതയില്ലാതിരിക്കുമ്പോൾ, ഗൗരവമായ കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കേണ്ടി വരുമ്പോൾ, ആലിമീങ്ങളോട്, ആ വിഷയത്തിൽ ഇൽമുള്ളവരോട്, ഗുണകാംക്ഷയുള്ളവരോട് നിങ്ങൾ കൂടിയാലോചന നടത്താതെ ചെയ്യരുതേ. ഇത് ദീനിൻ്റെ ഒരു നിയമമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബികളും മഹാന്മാരായ പിൻഗാമികളായ ആളുകളും ജീവിതത്തിൽ കൊണ്ടു നടന്ന വലിയ ഒരു ക്വാളിറ്റി. അവർ സ്വകാര്യമായിട്ടെങ്കിലും ഒരാളെ കണ്ട്, 2 ആളെ കണ്ട്, 3 ആളെ കണ്ട് അവർ മശ്വറ ചെയ്യുന്ന. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ഖലീഫയായ ഉമർ എന്നവര്, ഉമർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോൾ വയറിന് കുത്തേറ്റതാണ്, അല്ലേ? വയറിന് കുത്തേറ്റതാണ്. യാ അല്ലാഹ്, ഷഹീദുൽ മെഹ്റാബ് എന്ന മെഹ്റാബിലെ ഷഹീദ് എന്നാ പറയാം. അലി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, ഷഹീദാണ്. ഞാനിപ്പോൾ അടുത്ത് തുർക്കിയിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴൊരു ഷിയാ വിശ്വാസിയെ കണ്ടിരുന്നു. ഞങ്ങളുടെ ഗൈഡായിരുന്നു. അവന് ഷിയാണോ സുന്നിയാണോ എന്ന് പറഞ്ഞാൽ അറിയില്ല. എനിക്ക് മനസ്സിലായിരത്തോളം ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. അപ്പോൾ നിസ്കരിക്കണില്ല. അപ്പോൾ ഞങ്ങൾ അയാ സോഫിയ പള്ളിയിലാണ് ജുമ നിസ്കരിക്കുന്നത്, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ജുമ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്ത് നിസ്കരിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളെ ഇതല്ല, ഞാൻ വേറെ സംഭവമാണ്. എന്തേന്ന് ചോദിച്ചു. എനിക്ക് ആ പേരറിയില്ല. നീ പറഞ്ഞോണ്ട് എന്താണ്, നീ എന്ത് സംഭവം? അപ്പം
അലി അലി എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹുവിനെ കുറിച്ചാണോ ചോദിക്കണമെന്ന് ചോദിച്ചു. ആ അതെ 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 അതെ, ആ ഞാൻ അതിൽ പെട്ടതാണ്. അപ്പം നീ ഷിയ ആണോ എന്ന് ചോദിച്ചു. ആ അങ്ങനെ എൻ്റെ ഫാമിലി അങ്ങനെയാണ്. അപ്പോൾ നിസ്കരിക്കൂലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ പള്ളിയിൽ നിസ്കരിക്കൂല. എന്തേന്ന് ചോദിച്ചു. പള്ളിയിലല്ലേ അലി റളിയല്ലാഹുവിന് കുത്തേറ്റത്. ഞാൻ പറഞ്ഞു പൊന്നാര ചങ്ങായി, അങ്ങനെ കുത്തേറ്റത് സിദ്ദീഖ് റളിയല്ലാഹുവിനുണ്ട്, അലി തങ്ങളുണ്ട്, വേറെ ആൾക്കാരുണ്ട്, സ്വഹാബികൾ 10-15 ആൾ അന്ന് തന്നെ കുത്തേറ്റിക്കണം ഉമർ തങ്ങളുടെ കാലത്ത് എന്ന് വിചാരിച്ച്. അപ്പം എനിക്ക് അങ്ങനെ കൂടുതലൊന്നും പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ കയറാറില്ല. പള്ളിയിലാണ് കുത്തേറ്റത്, അതുകൊണ്ട് പള്ളിയിൽ കയറൂല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വിവരമില്ലാത്തവണ് സാധുവട്ടോ, അവൻ അറിയില്ല, ഒരു ദുന്യാവ് മാത്രം പഠിച്ചൊരു മനുഷ്യന്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഉമർ തങ്ങൾക്ക് കുത്തേറ്റ കഥ പറഞ്ഞതാ. ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഇങ്ങനെ കുത്തേറ്റ് കിടക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ പോകുന്ന സമയം അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കുന്ന ഒരു ചർച്ച വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ജീവനുണ്ടപ്പോൾ ബോധമുണ്ട്. ഉമർ എന്നവർ സ്വഹാബികളിൽ 3 മഹാന്മാരായ സ്വഹാബികളെ 6 പേരെ ഏൽപ്പിച്ചു വിഷയങ്ങൾ തീരുമാനിക്കാൻ. ഖലീഫയെ തിരഞ്ഞെടുക്കുന്ന കാര്യം നിങ്ങൾ ലീഡ് ചെയ്യണം. ആ 6 പേർ അതിലൊരു 3 പേരെ അത് ഏൽപ്പിച്ചു കൊടുത്തു. അതിലൊന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഹസൻ അൽ ബസ്രി തങ്ങൾ പറയാൻ, ഈ ഉമ്മത്തിന് വലിയൊരു സേവനം ചെയ്ത മഹാന്മാരിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ള മറ്റൊരാളില്ല റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബികളിലെ കച്ചവടക്കാരനും മുതലാളിയുമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, ഉസ്മാൻ എന്നവരെ, അലിയാർ തങ്ങളെ, നമ്മൾ 3 പേരെയുമാണ് ഈ വിഷയം തീരുമാനിക്കാൻ ഉമർ എന്നവർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉമർ തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഉമർ തങ്ങൾ വഫാത്താവുകയും ചെയ്തു. ഉസ്മാൻ തങ്ങൾ, അലി തങ്ങൾ 2 പേരോടും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ, നിങ്ങൾ 2 പേരും ഈ വിഷയം എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഞാനതിനൊരു തീരുമാനം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് പൊരുത്തമാണെങ്കിൽ നിങ്ങൾ ഈ ഉറക്കൊഴിഞ്ഞിരിക്കേണ്ട, ഞാനത് ചെയ്തോളാം, ഞാനതിൻ്റെ പരിഹാരം കണ്ടേക്കാം. ഓക്കെ, നിങ്ങളുടെ തീരുമാനം ഞങ്ങൾക്ക് പൊരുത്തമാണ്. ആര് പറഞ്ഞു? അലിയാർ തങ്ങളും ഉസ്മാൻ തങ്ങളും. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതിനോടടുത്ത 3 ദിവസം ഉറങ്ങിയിട്ടില്ല എന്നാണ്. ആ 3 ദിവസത്തിനുള്ളിൽ മദീനയിൽ ലഭ്യരായ അൻസ്വാരികളെ മുഴുവൻ കണ്ടു, മുഹാജിറുകളെ മുഴുവൻ കണ്ടു. ഓരോരുത്തരോടും ഖലീഫയുടെ ആരായിരിക്കണം ഖലീഫ എന്ന വിഷയം ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ ചെയ്ത വലിയൊരു ത്യാഗമാണ്. ഉറങ്ങിയിട്ടില്ല, 3 ദിവസം കൺപോള ചിമ്മിയിട്ടില്ല. ഇല്ല ഖലീല, കുറച്ചപ്പോഴേ ഒന്ന് ഉറങ്ങിപ്പോയതൊഴികെ. അത്രയും മഹാനവറുകൾ മശ്വറ ചെയ്തുകൊണ്ട് സ്വഹാബികളെ കണ്ട്, ആ ഒരു ഇലക്ഷൻ കമ്മീഷണർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു റോളാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ തിരഞ്ഞെടുത്തത്. അങ്ങനെ മശ്വറ ചെയ്തുകൊണ്ടുണ്ടായ തീരുമാനമാണ് സിദ്ദീഖ് എന്നവരുടേത്, ഉമർ തങ്ങളുടേത്, ഉസ്മാൻ എന്നവരുടേത്, അലിയാർ തങ്ങളുടേത്, ഖുലഫാ ഉർ റാഷിദീൻ. സ്വഹാബികളുടെ മാതൃക അതാണ്. അതുകൊണ്ട് നിസ്ഫു റഈക മഅ അഖീക് ഫശാവിറുഹു യുക്മിൽ ലക റഈ, ഇതൊരു ആപ്തവാക്യമാണ്. ഹാഫ് ഒപ്പീനിയൻ ഈസ് വിത്ത് യു and the remaining half is with your friends. നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ പകുതിയെ നിങ്ങളുടെ കയ്യിലുണ്ടാവുള്ളൂ, മറ്റേ പകുതി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലാണ്, ഗുണകാംക്ഷയുള്ള നല്ല സുഹൃത്തുക്കളുടെ കൈകളിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. കൂട്ടമായി ഒരു സംഘം ആളുകൾ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനങ്ങളിൽ തെറ്റുകൾ വരാൻ സാധ്യത കുറവാണ്. തെറ്റ് വരില്ല നമ്മൾ പറയില്ല, വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം 2 brains are better than 1 brain, അങ്ങനെയല്ലേ പറയാം. 2 തലയാണ് ഒരു തലനേക്കാണ് നല്ലത്. 2 പേരോട് കൂടി ആലോചിച്ചു. അതൊരു സുന്നത്താണ്, ഇതൊരു പുണ്യമുള്ള കാര്യമാണ്, ഇത് കൂലിയുള്ള കാര്യമാണ്. നമ്മളോട് അള്ളാഹിന്റെ റസൂലിനോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുഅ്മിനീങ്ങളോട് ഇത് പറയേണ്ടതുണ്ടോ? മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞ വിഷയമാണിത്. ഇമാം ബുഖാരി തങ്ങൾക്ക് മശ്വറയെ സംബന്ധിച്ച് ബാബുണ്ട്. അബൂദാവൂദ് തങ്ങളുടെ സുനനിൽ മശ്വറയെ സംബന്ധിച്ച് മാത്രം പറയുന്ന ഹദീസുകൾ കൊണ്ടുവന്ന ബാബുണ്ട്. സുനൻ തുർമുദിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്. 2 സുനനുകളിലും സ്വഹീഹുൽ ബുഖാരിയിലും മശ്വറയെ സംബന്ധിച്ച് മാത്രം പറയുന്ന ബാബുകളുണ്ട്.
ചാപ്റ്ററുകളുണ്ട്. എന്താ? കൂടിയാലോചന. അതൊരു സുന്നത്താണ്. അപ്പോൾ എന്തെങ്കിലും ആ വിഷയങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ മാതാപിതാക്കളോട്, മുതിർന്നവരോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഉണ്ടോ? അൽഹംദുലില്ലാഹ്. ചോദിക്കാത്തവർ ഉണ്ടോ? ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു, നമ്മളത് അവരോടും ആരോടും ചോദിക്കുന്നില്ല, ആരോടും ഡിസ്കസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ അത് ചോദിക്കാൻ പറ്റിയ ആളെ കിട്ടാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവും അല്ലേ? ആരോട് മഷ്വറ ചെയ്യണമെന്ന് വേറെ ചർച്ചയാണ് കേട്ടോ. അതിൽ പറയുന്നുണ്ട്, ഹാക്കിനോട് പറയരുത്, ചോദിക്കരുത്. ഹാക്കിൻ എന്ന് പറഞ്ഞാൽ വയറിൽ ഗ്യാസ് നിറഞ്ഞിട്ട് നടക്കണ ഓടുന്നൊരു മനുഷ്യനെ പിടിച്ചിട്ട് നിർത്തിയിട്ട് അഭിപ്രായം ചോദിക്കരുത്. മൂപ്പർക്ക് അതൊന്നുമല്ല ചിന്തിക്കാൻ. മൂപ്പർക്ക് വല്ല ടോയ്ലറ്റും കിട്ടുമെന്ന് മൂപ്പർ ആലോചിക്കുന്നുണ്ടാവുക. അത് ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ പറഞ്ഞു, ചെരുപ്പ് ടൈറ്റായതിൻ്റെ പേരിൽ കാല് വേദനിച്ച് മര്യാദക്കൊരു നല്ല ചെരുപ്പ് കിട്ടാതെ നടക്കുന്ന മനുഷ്യനോടും മഷ്വറ ചോദിക്കരുത്. അപ്പൊ എന്താ കാര്യം? മൂപ്പർക്ക് ആ ചെരുപ്പിന്റെ കാര്യം അപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ പറഞ്ഞു, വലൽ ജായ, വിശന്ന് നടക്കുന്ന ആളോട്, ഇവിടെ എനിക്ക് കാര്യമായൊരു പ്രശ്നമുണ്ട്, എൻ്റെ ജോലി ഇങ്ങനെ, ഓനിപ്പോൾ വിശക്കുന്നുണ്ട്, ഓന് വല്ല പൊറാട്ടും ചായ വാങ്ങിക്കൊടുക്കലാണ് ആവശ്യം. അത് വാങ്ങിക്കൊടുക്കാത്തിടത്തോളം കാലം, തിന്നാത്തിടത്തോളം കാലം ഒരു ഐഡിയയും തലയിന്ന് വരൂല. അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട്. കിസ്ര രാജാവിൻ്റെ ഒരു അത്ഭുതം പറയാറുണ്ട്. കിസ്ര രാജാവ് മുസ്ലിം ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം കിസ്ര ബിൻ ഹുർമുസ്, അദ്ദേഹം മുശ്രിക്കായി ജീവിച്ച് മരിച്ചുപോയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില ചരിത്രങ്ങളിലൊക്കെ ചില അത്ഭുതങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്താറുണ്ട്. അദ്ദേഹം തൻ്റെ ഒരു അടിയന്തര തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വുസറായിനെ വിളിക്കും, അങ്ങ് അവരോട് ചോദിക്കും, ചർച്ച ചെയ്യും. ഒരു നല്ല അഭിപ്രായമൊന്നും അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ മുമ്പ് ഫൈനാൻസ് മിനിസ്റ്ററും അയാളുടെ കൂടെയുള്ള മുഴുവൻ ഓഫീസർമാരെയും കൊണ്ടുവരും. അതെന്തിനാ? സ്വന്തം ഭരണകൂടത്തിൻ്റെ വളരെ പ്രാധാന്യമേറിയ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ട മന്ത്രിമാർ, അല്ലെങ്കിൽ മഷ്വറയുടെ അഹ്ലുശൂറ, അവർ കാര്യമായ ഒരു തീരുമാനമോ ഒരു അഭിപ്രായമോ പറയാതിരുന്നാൽ ശമ്പളം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചുകൊണ്ടുവന്നിട്ട് മുഴുവൻ ആളുകൾക്കും അടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു എന്തിനാണ് ഈ അടി? അപ്പോൾ പറയും, നിങ്ങൾ ഇവർക്ക് സമയത്ത് ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിൽ അവരുടെ ചിന്തയിൽ എവിടെ നിന്നാണ് പൈസ കിട്ടുക, എവിടെ നിന്നാണ് കാശുണ്ടാവുക എന്ന ചിന്തയിൽ അവരുടെ മൈൻഡ് എൻഗേജാണ്. അതുകൊണ്ടാണ് അവർ നല്ല അഭിപ്രായം പറയാത്തത്. നിങ്ങൾ അവർക്ക് സമയത്തിന് ശമ്പളം കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കും, എന്നിട്ട് അടി കൊടുക്കുന്നതാണ്. അതായത് ഒരു മനുഷ്യൻ, ജോലി ഇല്ലാത്ത ഒരാൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യനോട് കുട്ടനെ കെട്ടിക്കേണ്ട കാര്യം പറഞ്ഞാൽ അയാൾക്ക് അതൊന്നും ആലോചിക്കാൻ കിട്ടൂല. കാരണം എന്തേ? അയാളുടെ തലയിൽ ടെൻഷനാണ്. പഠിച്ചോനെ, കറണ്ട് ബില്ലടക്കാറുണ്ട്, റൂമിൻ്റെ റെന്റ് കൊടുക്കാറുണ്ട്, ബെഡ് സ്പേസിന്, ഭക്ഷണത്തിന്, മെസ്സിന് കൊടുക്കാറുണ്ട്. ഇതൊന്നും എൻ്റെ കൈ, ഞാൻ എന്ത് കൊടുക്കും? ഇത് ചിന്തിച്ച് നടക്കുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾ മഷ്വറ ചോദിക്കാൻ നിന്നിട്ട് കാര്യമില്ല. അയാളുടെ ടെമ്പററി വിഷയങ്ങൾ, ഇഷ്യൂസ് ഹാസ് ടു ബി മെറ്റ് ആൻഡ് ക്ലിയർ. അതുകൊണ്ട് അത്തരം ആളുകളെപ്പോലും ശറഅ കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവരെ ആ സമയത്ത് സമീപിക്കേണ്ടതാണ്. ഖൈസ് ഇബ്നു ആസിം റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകൾ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരികത്തേക്ക് വന്നിട്ട് ഒരു മഹാനവർ പറയുന്നുണ്ട്, ഖൈസ് തങ്ങളെ, നിങ്ങൾ വലിയ തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ, എനിക്കൊരു കാര്യമായൊരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. തിരക്കിലായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അഹ്ലമുൽ അറബ്, അറബികൾ കണ്ടവരിൽ വെച്ച് ഏറ്റവും നല്ല ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. ആ മനുഷ്യനോട് ഒരാൾ വന്നിട്ട് പറയാ, ഞാൻ അഭിപ്രായം ചോദിക്കണില്ല കേട്ടോ, കാരണം നിങ്ങളിപ്പോൾ തിരക്കിലാണല്ലോ. ഒന്ന് നഅം അജൽ, അതെ അതെ, ഞാൻ ഇപ്പം തിരക്കിലാണ്, ഇപ്പോൾ ചോദിക്കണ്ട. അതിൻ്റെ മറുപടി അത് തന്നെയാണ്. മനുഷ്യൻ തീരുമാനമെടുക്കുമ്പോൾ മൈൻഡ് ക്ലിയർ ആയിരിക്കണം, മനസ്സമാധാനമുണ്ടായിരിക്കണം. ചിന്തകളെ, ചിതറിക്കിടക്കുന്ന ചിന്തകളാവരുത്. ചിന്തകൾ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നേരാവണ്ണം അയാൾക്ക് നേർവഴി കാണിക്കുന്ന വിധമുള്ള ഒരു ബോധം അയാളുടെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടാവണം. അപ്പോഴേക്കേ അത് നടക്കുള്ളൂ എന്നാണ്. നമ്മളത് ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. സമയം ഇന്ന് മുഴുവനായില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പൂർത്തിയാക്കാം. ഏതായിരുന്നാലും വശാവിറുഹും ഫിൽ അംർ ഖലീലയ്യ ലൈസ റഅയു ഫീ സുദ്രി വാഹിദിൻ അശീറ അലയ്യ ബില്ലദീ തറയാനി. ഖലീലയ്യ, എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ,
ലൈസ റഅയ ഫീ സദ്രി വാഹിദിൻ, അഭിപ്രായങ്ങളും നല്ല തീരുമാനങ്ങളും ഒരു നെഞ്ചിൽ മാത്രമല്ല ഉള്ളത്. ഒരു നെഞ്ച്, ഒരാളുടെ ചിന്തയിൽ വരുന്നതല്ല എപ്പോഴും ശരിയായ തീരുമാനം. അശീറ അലയ്യ ബില്ലദീ തറയാനി, നിങ്ങൾ രണ്ടുപേരുടെയും അഭിപ്രായം എന്നോടൊന്ന് പറഞ്ഞേക്കണമേ എന്ന് കവി പറയുന്നത്. വൺ ബ്രെയിൻ, ടു ബ്രെയിൻസ് ബെറ്റർ ദാൻ വൺ ബ്രെയിൻ. എപ്പോഴും നമുക്ക് വിലപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന വിവരമുള്ള ചില സുഹൃത്തുക്കൾ, സൗഹൃദ ബന്ധങ്ങൾ വേണം എന്നതിൻ്റെ വലിയൊരു അടയാളമാണിത്, വലിയൊരു തെളിവാണിത്. അതുകൊണ്ട് അലൈക്കും ബിൽ ഖില്ലാൻ, നിങ്ങൾക്ക് സുഹൃത്തുക്കൾ വേണം എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് നാളെ പരലോകത്തെ ശഫാഅത്തിന് അവർ ഉപകാരപ്പെടും. ദുനിയാവിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവർ നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും. അതുകൊണ്ട് സൗഹൃദ ബന്ധം വേണം. ഞാനും എൻ്റെ ഒരു മൊബൈലും മതി എന്ന് വിചാരിച്ചിരിക്കരുത്. സോഷ്യൽ ബന്ധങ്ങൾ, സോഷ്യലൈസ് ചെയ്യണം, ആളുകളുമായി ഇടപഴകണം, നല്ല ബന്ധങ്ങൾ വേണം, നല്ലവരെ തിരഞ്ഞെടുക്കണം. ഒരു ചിന്തകൻ, ഒരു ചിന്തകൻ അദ്ദേഹത്തിൻ്റെ മകനോട് കൊടുത്തൊരു ഉപദേശം, ഷാവിർ മൻ ജറബൽ ഉമൂർ ഫഇന്നഹു യുഅതീക മിൻ അംരി മാ ഖാമ അലൈഹി ബിൽ ഗലാ വഅൻത തഅഖുദുഹു മജ്ജാന. ഒരുപാട് കാലം നിരന്തരമായ പരിചയ സമ്പത്തുണ്ടാക്കിയ മനുഷ്യനോട് നിങ്ങൾ കൂടിയാലോചിക്കണം. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് അയാൾ വെറുതെയാണ് തരുന്നത്. അത് നിസ്സാരമായി കളയരുത്. ഇപ്പൊ ചെറുപ്പക്കാർ യൗവനകാലത്തെടുക്കുന്ന ചില ഡിസിഷൻ ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കും. അത് കല്യാണത്തിൻ്റെ വിഷയം മുതൽ അവിടെ തുടങ്ങി. ഇന്ന് ഞാനൊരു ഒരു മനുഷ്യനെ കണ്ടു ഇവിടെ ദേര സിറ്റി സെൻറ്ററിൽ. അപ്പോൾ അയാൾ എന്നോട് ദ്വാരക്കണ സാറേ പറഞ്ഞത് എന്താണ് വിഷയം എന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ മകനും ഞാനും തമ്മിൽ തീരെ സുഖമല്ല. എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു. നിങ്ങൾ ഓനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നത് കൊണ്ടാണോ? അതൊന്നുമല്ല, ഞാൻ അങ്ങനെ വലിയ ഉപദേശം കൊടുക്കാറൊന്നുമില്ല. പിന്നെ എന്തേ പ്രശ്നം ചോദിച്ചു. അപ്പോൾ അവനൊരു കല്യാണം ആലോചിച്ച് വന്നിരുന്നു. ആ കല്യാണാലോചന ഞാൻ മുടക്കിയെന്നാണ് അവൻ പറയണത്. പക്ഷെ ഞാനത് മുടക്കിയിട്ടൊന്നുമില്ല. വാപ്പ സാധുവായിട്ട് പറയാം. വാപ്പ വല്ലാഹി സത്യം എന്ന് പറഞ്ഞ് മോനോട് പറഞ്ഞല്ലോ, ഓൻ വിശ്വസിക്കണില്ല. അവിടെ എന്നോട് വലിയ ശത്രുതയില്ല, മിണ്ടണില്ല. അപ്പോൾ അവിടെ അജ്മാലുണ്ട്, എന്നെ കാണാൻ പോലും വരുന്നില്ല എന്ന് പറഞ്ഞു. വലിയ വിഷമത്തിൽ പറയാം. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കി, നഴ്സറിക്ക് കയ്യും പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവും ഈ മോനെ. മദ്രസയിലേക്ക് 1-ാം ക്ലാസ് കൊണ്ട് ഇരുത്തിയിട്ടുണ്ടാവും. ബൈക്കിലും സൈക്കിളിലും വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷെ അവരൊക്കെ ഒന്ന് വളർന്ന് വലുതായി 2 കാലിൽ എണീറ്റ് നിന്ന് വലുതായി വരുമ്പോൾ സ്വന്തം വാപ്പയോട് ശത്രുതപരമായി പെരുമാറുക എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര വേദനയല്ലേ? ഭയങ്കര വേദനയാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവൻ വിചാരിക്കുന്ന അങ്ങനെയാണ് എന്ന്. അപ്പോൾ ഈ കാമുകിയായിരുന്ന പെണ്ണാണല്ലോ പറഞ്ഞത്, എൻ്റെ വാപ്പയാണിത് മുടക്കിയത്, വാപ്പയാണ് ഇതിൽ ഇടങ്കോലിട്ടത്. വാപ്പ പറയാം, ഞാനതൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ ആരോപിച്ചിട്ട് എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ്. ചില തീരുമാനങ്ങൾ, ആ വാപ്പയുടെ നിഷ്കളങ്കത, ആ വാപ്പ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് തിരിച്ചറിയുമ്പോഴേക്കും വണ്ടി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും, ശേഷം വിട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ വാപ്പയുടെ മരണശേഷമായിരിക്കും തിരിച്ചറിയുക. ഭയങ്കര സങ്കടാവൂലേ? നമ്മളൊരു ബാഡ് ഡിസിഷൻ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ അത് ആരോടും ചോദിച്ചില്ലല്ലോ. പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ശ്രദ്ധിക്കണത് കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഒച്ചപ്പാട് ഉണ്ടാവാറുള്ളത്. അത് വലിയ സംഭവമായതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ ഒരു നല്ല കൺസൾട്ടേഷൻ, മുതിർന്ന ആളുകൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സന്നദ്ധത, ചിന്തിക്കാനുള്ള ഒരു സാവകാശം പോലും നമ്മുടെ മക്കൾ കാണിക്കാതെ ജീവിതത്തിൻ്റെ വലിയ വലിയ തീരുമാനങ്ങൾ പോലും ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ എടുക്കുമ്പോൾ അതിൽ പിറകെ വരുന്ന വരുംവരായികൾ പിന്നെ അവർ സഹിക്കേണ്ടി വരും. അങ്ങനെയാണ്. മശ്വറ ചെയ്തു, അള്ളാഹുവിൻ്റെ ഖദാ പ്രകാരം മറ്റെന്തെങ്കിലും സംഭവിച്ചു, അവിടെ നമുക്ക് സങ്കടമല്ല. എന്തേ? ഞാൻ വേണ്ടപ്പെട്ടവരോട് ചോദിച്ചിട്ടുണ്ടല്ലോ. മശ്വറയുടെ വലിയൊരു ഹിക്മത്ത് തന്നെ ഏറ്റവും നല്ല ലക്ഷ്യത്തിലേക്ക് എത്തി. നമ്മുടെ കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പെർഫെക്ഷൻ ഇതിന് കിട്ടണമെങ്കിൽ ഒരുപാട് ആളുകളുടെ ഉപദേശം അത് തേടുന്നത് നല്ലതല്ലേ? അവർക്കൊക്കെ അനുഭവ സമ്പത്തുണ്ടാവില്ലേ? അതിന് യോഗ്യരായ ആളുകളും വിശ്വസ്തരുമാണെങ്കിൽ ഇസ്തശീറു അൽ ഉമന, സത്യസന്ധരായ ആളുകളോട് നിങ്ങൾ കൂടിയാലോചന ചെയ്യണം. സത്യസന്ധരാവണം. ചില നിശ്ചിത താല്പര്യങ്ങളുള്ളവരുണ്ടാവും.
ഒരുത്തനോട് കല്യാണാലോചന ആലോചിക്കുകയെന്ന് വിചാരിക്കുക. ഓനെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, പുതിയ പെണ്ണെ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഒരു കല്യാണാലോചനയുമായി വരുന്നത്. അവൻ്റെ പെങ്ങളെ കുഴപ്പങ്ങളൊക്കെ അവനറിയാം. കല്യാണാലോചന പറഞ്ഞ് നല്ല കുട്ടിയുണ്ടെന്ന്, ആ പറഞ്ഞ മുഴുവൻ കോട്ടിലെ കുട്ടി എൻ്റെ അടുത്ത് ഇപ്പം ഉണ്ട്. ആരാ? എൻ്റെ പെങ്ങൾ തന്നെ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ മഹാന്മാരുണ്ട്. എന്തേ? അവൻ്റെ ലക്ഷ്യം അവൻ്റെ പെങ്ങളെ കല്യാണം നടത്തി കൊടുക്കണം എന്നാണ്. പക്ഷെ ഈ ആൾക്ക് വേണ്ടത് ഈ പെണ്ണിനെ അല്ല വേണ്ടത്. ഉമന ആയിരിക്കണം എന്ന, സത്യസന്ധതയുള്ളവരായിരിക്കണം മനുഷ്യന്മാർ. ഇന്നതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. സത്യസന്ധത നിഷ്പ്രഭമായി കൊണ്ടിരിക്കുകയാണ്. ഓണസ്റ്റി എന്നാ പറയാം, ഓണസ്റ്റി, ട്രസ്റ്റ് വർത്തിനെസ്, ഇതൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. മനുഷ്യനെ കണ്ണിലേക്ക് നോക്കി വഞ്ചിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് സത്യസന്ധരായ ആളുകളെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം? അവരുമായി മഷ്വറ ചെയ്യണം. മുഷാവറ ദീനിൻ്റെ ഒരു ചര്യയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യ നബിയെയും കൊണ്ട് മെഅറാജിന് പോയ സമയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മെഅറാജ് ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ അഭൗതികമായ മുഅ്ജിസത്താണ്. അൽ മുഅ്ജിസത്തുൽ കുബ്റ ബഅദൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ എന്ന മഹാത്ഭുതം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ അത്ഭുതം ഇസ്രാ മെഅറാജുമാണ്, അല്ലേ? ഇസ്രാ മെഅറാജിന്റെ യാത്രയിൽ 50 വക്ത് നിസ്കാരം അല്ലാഹു ഹബീബിന് നൽകിയപ്പോൾ സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാം ഹബീബായ നബി തങ്ങളോട്, നബിയേ, വളരെ കൂടുതലാണിത്, ഇത് കൂടുതലാണ് നബിയെ, ഇർജി ഫൽയുഖഫിഫ് റബ്ബക അൻഹും, അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവേ ഞങ്ങൾക്ക് ചുരുക്കി തരുമോ, അല്ലാഹുവിനോട് കുറച്ചു തരാൻ വേണ്ടി പറയണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ എന്ത് ചെയ്തു? ഫൽതഫത ഇലാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ നോക്കി എന്നാണ് ഹദീസ്. സ്വഹീഹുൽ ബുഖാരിയുടെ റിവായത്ത് അങ്ങനെയാണ്. ജിബ്രീൽ തങ്ങളെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നോട്ടം കഅന്നഹു യസ്തശീറുഹു, ജിബ്രീലേ, മൂസ നബി പറഞ്ഞതുപോലെ ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചു പോവേണമോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നബി തങ്ങൾ ചോദിക്കുകയാണത്. അതിന് ജിബ്രീൽ തങ്ങൾ കൊടുത്ത മറുപടി അന്നഅം ഇൻ ശിഅ്ത്, നബിയെ അങ്ങേക്ക് വേണമെങ്കിൽ അങ്ങ് തിരിച്ചു പോയിക്കോളൂ അല്ലാഹുവിലേക്ക് തന്നെ. അങ്ങനെയാണ്. യാ റബ്ബ്, അല്ലാഹുവേ, ഖഫിഫ് അന്നാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ചുരുക്കി തരണം. 50 വക്ത് സാധ്യമല്ല റബ്ബേ, കുറച്ചു തരണം. 45 ആക്കുന്നു, 40 ആക്കുന്നു, 35 ആക്കുന്നു. അങ്ങനെ 9 തവണ അള്ളാഹുവിൻ്റെയും മൂസ നബി അലൈഹിസ്സലാമിൻ്റെയും ഇടയിൽ നടത്തിയ യാത്രയിൽ ജിബ്രീൽ തങ്ങളുടെ ഒരു സമ്മതവും ഒരു മഷ്വറയും കിട്ടിയതിന് ശേഷമാ തങ്ങൾ പോയത് എന്നാണ് ചരിത്രം. സ്വല്ലല്ലാഹു അലൈഹി. എന്തേ? ഇതൊരു ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ മഹല്ലിൻ്റെ വിഷയങ്ങൾ ഒട്ടോണമസായിട്ട് തീരുമാനമെടുക്കരുത് ആരും. അത് ഞാൻ സെക്രട്ടറി അല്ലേ, ഞാൻ പ്രസിഡൻ്റല്ലേ ഒക്കെ ആയിരിക്കാം, പക്ഷേ മഷ്വറ നിർബന്ധമാണ്. കൂടിയാലോചന ഈ ഉമ്മത്തിൻ്റെ സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് ശത്രുക്കൾ വരുമ്പോൾ അവിടെ കൂടിയാലോചന ചെയ്തു. ഉഹദ് യുദ്ധത്തിൽ, ഹുദൈബിയ സന്ധിയിൽ, ഖന്ദഖ് യുദ്ധത്തിൽ, ഫത്ഹ് മക്കയിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഷ്വറയുടെ ഒരു ഗ്രൂപ്പുണ്ട്. അവര് ചെറുപ്പക്കാരായിരുന്നു, വളരെ യങ്സ്റ്റേഴ്സ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മഷ്വറയിലുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വഹാബികളൊക്കെ പറയും, ചെറുപ്പക്കാരെ, താബിഈങ്ങളെ കാണുമ്പോഴേ, നിങ്ങൾ ചെറുപ്പല്ലേ, പ്രായമായില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് നിങ്ങളെ നിസ്സാരമായി കാണരുത്. നിങ്ങളെപ്പോലെ ചെറുപ്പമുള്ള താടിമീശൊക്കെ വരുന്ന പ്രായക്കാരായ ആളുകൾ, സ്വഹാബിമാർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൺസൾട്ടൻസിയിൽ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ബദരീങ്ങളുണ്ട്, മുഹാജിറുകളുണ്ട്, അൻസ്വാരികളുണ്ട്, നല്ല ബുദ്ധിയും യുക്തിയുമുള്ള ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾ വല്ലാത്തൊരു മാതൃകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കൂടിയാലോചനകൾ ജീവിതത്തിൽ വേണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മറ്റു ഭാര്യമാരോടും ഒരു റേഷൻ്റെ വിഷയം ഉണ്ടായി തങ്ങളുമായിട്ട്. ചരിത്രം നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണേ, സമയമല്ലോ, 11:30 അല്ലേ. റേഷൻ ഇല്ലാത്തൊരു വിഷയം വന്നു.
നബി തങ്ങളുടെ ഭാര്യമാർ പറഞ്ഞു, നബിയെ പട്ടിണി കിടന്ന് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല കേട്ടോ. തങ്ങൾ പട്ടിണിയാണ്, അതുകൊണ്ട് അവരും പട്ടിണിയാണ് എന്നല്ലാതെ തങ്ങൾ പുറത്തുപോയി ഭക്ഷണം കഴിച്ചു വരിക, വീട്ടിലെ ഭാര്യമാർ പട്ടിണി, അങ്ങനെയല്ല. തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, അപ്പോൾ ഭാര്യമാർക്കുമില്ല. വെള്ളം ഉണ്ടാകും, ഈത്തപ്പഴം കിട്ടും. അവർക്ക് വേണ്ടത് ഗോതമ്പാണ്. ഗോതമ്പ് അരിയൊന്നും കിട്ടാത്ത വീട് ഇപ്പോൾ ലോകത്ത്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ദാരിദ്ര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ശരിക്കും? പിസ്സയും ബർഗറും കിട്ടില്ല എന്നല്ലേ ഇപ്പോൾ കുഴപ്പമുള്ളൂ? അല്ല, കഞ്ഞിയും ചോറൊക്കെ ഇഷ്ടം പോലല്ലേ. സ്വഹാബിയത്തുകൾ അസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നപ്പോൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കിത് പ്രയാസമാണ്. അള്ളാഹിന്റെ ഹബീബ് അവരെയൊക്കെ മുഴുവൻ ത്വലാഖ് ചൊല്ലിയിട്ട് ഭാര്യമാരില്ലാതെ ജീവിക്കണോ എന്ന് പോലും ഹബീബിന് തീരുമാനമെടുക്കാൻ മാത്രം വിഷമമായി. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക്, നബിയെ അങ്ങയുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണമേ, ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ ഫതആലൈൻ ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ. ഭാര്യമാരെ, നിങ്ങൾക്ക് ഈ ഭൗതിക ലോകമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഭക്ഷണവും സൗകര്യങ്ങളും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ മതിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഫതആലൈൻ, നിങ്ങൾ മുന്നോട്ട് വരൂ, ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ, വളരെ മാന്യമായി ബഹുമാനത്തോടെ തന്നെ നിങ്ങൾക്ക് അർഹതമായത് മുഴുവൻ സമ്മതിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. അതാ വാക്കിൻ്റെ അർത്ഥം. വഇൻ കുൻതുന്ന തുരിദിന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, അതല്ല നിങ്ങൾക്ക് വേണ്ടത് അല്ലാഹുവും അവൻ്റെ റസൂലും പരലോകവുമാണെങ്കിൽ, പട്ടിണി ഉണ്ടാവിടെ, പക്ഷെ ക്ഷമിച്ചു പോയാൽ നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായിട്ട് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് വരാം. ഇവിടെ പട്ടിണിയായിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് വഇൻ കുൻതുന്ന തുരിദിന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, പരലോകവും അല്ലാഹും റസൂലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, فإن الله أعد للمحسنات منكن أجرا عظيما, നിങ്ങൾ നന്മ ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും അല്ലാഹു വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ത്വലാഖ് വേണ്ടവർ വന്നോളൂ, ത്വലാഖ് വേണ്ടാത്തവർക്ക് വേണ്ട, എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, യാ ആയിഷ, ആയിഷ, ഇന്നി സഅരിദു അലൈകി അംറാ, ഞാൻ അങ്ങയോടൊരു കാര്യം പറയാൻ പോകുന്നു. ആയിഷ, ഫലാ അലൈകി അല്ലാ തഅജലി ഫീ ഹത്താ തുശാവിരി അബവൈകി, ഞാനത് പറയുമ്പോൾ ചാടി എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും ചെയ്തേക്കരുത് ആയിഷ. നിങ്ങളുടെ ഉമ്മയോട്, ഉപ്പയോട്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളുടെ ഉമ്മയോടും സമ്മതം ചോദിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് മതി ആൻസർ. ഞാൻ പറയുമ്പോഴേക്കും ചാടിക്കൊടഞ്ഞൊന്നും പറയണ്ട. ആയിഷ ബീവി പറയാ, ഞാൻ ചോദിച്ചു, നബിയേ, വമാ ഹാദൽ അംർ, എന്തിനെക്കുറിച്ചാണ് അങ്ങ് എന്നോട് പറയാൻ പോകുന്നത്? ഏതിനെക്കുറിച്ചാണ് എൻ്റെ ഉമ്മയോടും വാപ്പയോടും ചോദിക്കണം എന്ന് പറയുന്നത്? ഇത് പറഞ്ഞപ്പോൾ നബി ഈ ആയത്തങ്ങ് ഓതി കൊടുത്തു. സൂറത്തുൽ അഹ്സാബിലെ 28, 29 ആയത്തുകളാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്യാണം കഴിക്കുമ്പോഴേ നിക്കാഹിൻ്റെ സദസ്യസ്ഥാമല ചിലപ്പോൾ ചൊല്ലി കൊടുക്കും അല്ലേ, ഉസവ്വിജുക ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി, എൻ്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരാണ്. പെണ്ണിൻ്റെ വാപ്പ പറയാണ്, എന്താ പറയണത്? അലാ മാ അമറല്ലാഹു ബിഹി, അള്ളാഹു പറഞ്ഞതനുസരിച്ച്. ഇതൊരു നിക്കാഹാൻ, അള്ളാഹ് പറഞ്ഞതാണ് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ, ഞാൻ ചെയ്തു തരാണ്. ബി ഇംസാക്കിൻ ബി മഅറൂഫ്, എൻ്റെ മോളെ നല്ല നിലക്ക് നീ കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കണം. ഔ തസ്രീഹിം ബി ഇഹ്സാൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാക്കരുത്, കയറില്ലാതെ കെട്ടിടരുത്. തസ്രീഹിൻ ബി ഇഹ്സാൻ, നല്ല നിലക്ക് എൻ്റെ മോളെ എന്നിലേക്ക് നീ ഏൽപ്പിച്ചു തരണം. ഞാൻ അപ്പം നിന്നെ ഏൽപ്പിക്കുകയാണ്,
എന്നെക്കൊണ്ട് എൻ്റെ മോളെ നോക്കാൻ പറ്റൂല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ എൻ്റെ മോളെ ബുദ്ധിമുട്ടാക്കരുത്, എൻ്റെ മോളെ എന്നിലേക്ക് നീ ഒഴിവാക്കി തരണം. ഉസർരിഹുകുന്ന സറാഹൻ ജമീല എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണത്. തസ്രീഹിം ബി ഇഹ്സാൻ. എന്നിട്ടാ പിന്നെ സവ്വജ്തുക വഅൻകഹ്തുക ബിൻതി, എൻ്റെ മോളെ ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാണ്. അപ്പോൾ നിക്കാഹ് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കതാണ്, എൻ്റെ മോൾക്ക് ചെലവിന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ല നിന്നെ ഏൽപ്പിക്കുന്നത്. എൻ്റെ വീട്ടിൽ വെക്കുന്ന കഞ്ഞിയിലും ചോറിലും ഒരല്പം അരിയിട്ട് കഴിഞ്ഞാൽ അവൾക്കും കൂടെയുള്ള ചോറും കഞ്ഞൊക്കെ അത് ഉണ്ടാകും. പക്ഷേ നിക്കാഹ് സുന്നത്തും എൻ്റെ ഹബീബിൻ്റെ ചര്യയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരീഅത്തിൻ്റെ ഭാഗവുമാണ്. അതുകൊണ്ട് എൻ്റെ മോളെ നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ. നിനക്ക് എന്തെങ്കിലും എൻ്റെ മോളെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ ബുദ്ധിമുട്ടാക്കരുത്, നല്ല നിലക്ക് ഒഴിവാക്കി തരണം, ഞാൻ ഏറ്റെടുത്തോളാം എന്നൊരു വാപ്പയുടെ നെഞ്ചിൻ്റെ കരങ്ങളാണ് ശരിക്ക് നിക്കാഹിൽ കൈവച്ച് കൊടുക്കുന്നത് എന്നാണ്. ഇതൊക്കെ പുതിയാപ്പിളരെ മനസ്സിലാക്കണം എന്താണ് ഈ പറയണത്. അവിടെ ചെന്നിട്ട് എൻ്റെ മോൻ്റെ വാപ്പ തന്നതെന്ന് ചോദിച്ച് നടക്കാൻ നിൽക്കണ്ട. വാപ്പ തന്നത് ഓളെ തന്നെയാണ്, അവളെയാണ് തന്നത്, ബാക്കി നീ അങ്ങോട്ട് കൊടുക്കാനുള്ളതാ. അവൾക്ക് മഹർ നീ കൊടുക്കണം, ചെലവ് നീ. വാപ്പ എന്താ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് ചെലവ് കൊടുക്കാനാ. ആ ചെലവ് കൊടുക്കാൻ കഴിയുന്ന ആളോടെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ഇത് പെണ്ണിന് അല്ലാഹുവിൻ്റെ ദീന് കൊടുത്ത വലിയൊരു അഭിമാനമാണ്. അവൾക്കുള്ള ഭക്ഷണം അവളുടെ കയ്യിലേക്ക്, അവളുടെ വസ്ത്രം, അവളുടെ താമസം എല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് അവളെ സ്വീകരിക്കുക. എത്ര മനോഹരമാണ് ശരീഅത്തിൻ്റെ രീതി എന്നറിയോ. അതിൻ്റെ പിന്നിലെ പൈസയും കാറും അതും ഇതും കച്ചവടത്തിലെ ഷെയറും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. വാപ്പ തന്നാ കിട്ടി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കല്യാണം കഴിച്ചത് പെണ്ണിനെയാണ്, അവരുടെ മോളെയാണ്, പാപ്പൻ്റെ പൈസയല്ല. ഉസർരിഹുകുന്ന സറാഹൻ ജമീല, നല്ല നിലക്ക് ഒഴിവാക്കി തരാം. പുണ്യനബി തങ്ങൾ ഈ ആയത്തോടെ ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ കൊടുക്കുന്ന മറുപടി കേൾക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ لأزواجك إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. ദുനിയാവ് വേണോ ആയിഷ, ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലിത്തരാം. ആഖിറം വേണോ ആയിഷ, എൻ്റെ കൂടെ ക്ഷമിച്ച് ജീവിക്കാം. പക്ഷേ ഞാൻ നിൽക്കുകയാണ്, പോവാണ് എന്ന് ആയിഷ എന്ത് ചെയ്യരുത്, അങ്ങോട്ട് പറയരുത്. അത് ഉമ്മയോട് വാപ്പയോട് തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇത് നബി തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നെന്താ കല്യാണം കഴിഞ്ഞ് 6 മാസം മുമ്പ് എനിക്ക് എന്നെ ശരിയാവില്ല, ഭർത്താവ് എടാ പോടാന്നൊക്കെയാണ് പറയണത്. ഒരുത്തം പെണ്ണിനോട് പറയിപ്പിച്ചിട്ട് കുടുങ്ങിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ പിന്നെ ഇക്കാക്കാന്നും വിളിക്കണ്ട, എന്നെ പേര് വിളിച്ചാൽ മതി. ഇവളാണ് വിളിക്കാൻ തുടങ്ങിയ പേര്, പിന്നെ പലതും വിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒഴിവായതാ, അതാദ്യമേ വളം വെച്ചു കൊടുത്തതാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ്, ഇപ്പോൾ ഒരു ചില സിനിമ ട്രെൻഡുകളൊക്കെ ആ സമയത്ത് ഇറങ്ങുകയെ. അപ്പോൾ ഡാ പോടാ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ രസം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇതൊരു സദസ്സിൽ ഉമ്മാന് ബാപ്പാന് ഡാ ജമീലേ എണീക്കടാ, ഭർത്താവിനെ വിളിക്കണതേ. പിന്നെ അവളെ തിരുത്താൻ പറ്റിയിട്ടില്ല, അങ്ങനെ രണ്ടാളും പിരിയേണ്ടി വന്നു. അത് ആദ്യം സംഭവിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ പെണ്ണെന്നെ പറയാണ് എന്നെ ഒഴിവാക്കി തന്നെങ്കിൽ ഞാൻ പോവാണ്. വാപ്പയോട് ചോദിച്ചിട്ടില്ല, ഉമ്മയോട് ചർച്ച ചെയ്തിട്ടില്ല, ആങ്ങളന്മാരോട് കൂടിയാലോചിച്ചിട്ടില്ല, ഒരു പണ്ഡിതനോട്, നാട്ടിലെ ഖാളിയോട്, ഖത്തീബിനോട്, ഇവരോട് ആരോട് ഒരു കൂടിയാലോചനയുമില്ലാതെ ഒറ്റയടിക്ക് ഓള് ചോദിച്ചും കൊടുത്തും ചെയ്തു. ജീവിതം അവസാനിച്ചോ? എത്ര വലിയ തെറ്റുകളാണ്. തങ്ങൾ പറഞ്ഞു, ആയിഷ ഞാൻ നിങ്ങളോട് പറയുന്നത് ത്വലാഖ് വേണമെങ്കിൽ ത്വലാഖ്, എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ അങ്ങനെ. പക്ഷേ ഞാൻ അങ്ങയോട് പറയാണ് ആയിഷ, നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം പറയരുത്, ഉമ്മയോടും വാപ്പയോടും ചോദിച്ചിട്ട് മതി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ وفي أي شيء تأمرني أن نشاور أبوي يا رسول الله. ആയിഷ ബീവി ചോദിക്കുക, പൊന്നാര നബിയെ, ഈ ആയത്തിൽ പറഞ്ഞ ഇതിനെക്കുറിച്ചാണോ എൻ്റെ വാപ്പയോടും ഉമ്മയോടും ഞാൻ ചർച്ച ചെയ്യേണ്ടത്? ബൽ ഉരീദുല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ.
നബിയെ എനിക്ക് അല്ല മതി, അങ്ങ് മതി, പരലോകം മതി നബിയെ. ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അതിനു പോലും ഞാൻ കാത്തിരിക്കുന്നില്ല. ആഖിറത്തിന്റെ വിഷയം ഞാൻ തിരഞ്ഞെടുത്തു. എനിക്ക് അല്ലാഹുവിന്റെ റസൂല് മതി നബിയെ, എനിക്ക് പരാതിയില്ല. പട്ടിണി കിടന്നോളാം, ഞങ്ങൾ പ്രശ്നം. റേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പട്ടിണിയാണെങ്കിൽ പട്ടിണി. അങ്ങയുടെ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാണ്, വിശ്വാസിനികളുടെ ഉമ്മയാണ് എന്ന ആ ഒരൊറ്റ മഹത്വം എനിക്കുണ്ടാകുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു മശ്വറക്കും കാത്തിരിക്കാതെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തു. കാരണം അത് ആഖിറത്തിന്റെ വിഷയമായിരുന്നു. അത് ആഖിറത്തിന്റെ വിഷയമാണ്. പിരിഞ്ഞു പോരട്ടെ, തൊലാഖിനെ കുറിച്ചല്ല ആയിഷ ബീവി പറയുന്നത്. ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കാണ് നബിയെ. ആയിഷ ബീവി ഒരു കാര്യം കൂടെ, എന്നാ നബിയെ എൻ്റെ ആൻസർ ഇതാണെന്ന് വേറെ ആരോടും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ബാക്കി പെണ്ണുങ്ങളൊക്കെ പോകണേ പോയിക്കോട്ടെ എന്ന് അതിൻ്റെ അർത്ഥം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് കാണിച്ച സ്നേഹമാണത്. എന്നിട്ടാണ് ഇവിടെ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ആയിഷ ബീവിക്ക് വലിയ പീഡനായിരുന്നു. പൊന്നു ചങ്ങായിമാർ, ആയിഷ ബീവിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടില്ല. എന്തിനാ നിങ്ങളിവിടെ കുത്തിർന്നൊക്കെ പോകുന്നത്? ആയിഷ ബീവിക്ക് ഇഷ്ടമായിരുന്നു ഹബീബിൻ്റെ കൂടെ ജീവിക്കാൻ. നിങ്ങൾ പറയും ഏജ് ഡിഫറൻസ്. ആയിഷ ബീവിക്ക് അത് പ്രശ്നമില്ല, പിന്നെ എന്താ നിങ്ങൾക്ക് പ്രശ്നം? ബീവി പറയും ഞാൻ ഹബീബിൻ്റെ കൂടെ, എനിക്ക് ഒറ്റക്ക് നിൽക്കണം. ആയിഷ ബീവി പറഞ്ഞു, പൊന്നാര നബിയെ ഞാൻ പറഞ്ഞ ഉത്തരം ഇതാണെന്ന് ബാക്കി ഒരു പെണ്ണിനോടും പറയരുത് കേട്ടോ എന്ന്. തങ്ങൾ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ പറയുമെന്ന് പറയും. അത് പ്രോമിസ് ചെയ്യാൻ പറ്റൂലല്ലോ, തങ്ങൾക്ക് നുണ പറയാൻ പറ്റുമോ? അവർ ചോദിച്ചാൽ ഞാൻ പറയും ആയിഷ എന്തേ പറഞ്ഞു നബിയെ ചോദിച്ചാൽ ആയിഷൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയൂട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. വഅംറുഹും ശൂറാ ബൈനഹും. ദീനിൻ്റെ വിഷയങ്ങൾ വളരെ മനോഹരമാണ്. ഇതൊക്കെ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ കൊണ്ടോ ഒരു ചർച്ച നടത്തി നമുക്കൊരു പക്ഷേ ആ ഒരു രീതിയിൽ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഖുർആനിൻ്റെയും ഹബീബിൻ്റെയും അനുയായികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനിൻ്റെ ഭാഗമാണ് ഈ വിഷയങ്ങളൊക്കെ എപ്പോഴും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്ത് തരട്ടെ.